Good morning, students. Welcome to English Disha. ഇന്ന് നിങ്ങളുടെ എൻ്റെ ഒപ്പമുള്ള ഫസ്റ്റ് നെറ്റിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയോ ക്ലാസിക്കൽ ഏജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ ക്ലാസിന്റെ സ്ട്രക്ചർ ഞാൻ നിങ്ങളൊപ്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജ് എന്താണെന്നുള്ളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും അല്ലെ. ഈ ഏജ് എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂ ക്ലാസിക്കൽ ഏജ് 1660 തൊട്ട് 1798 AD വരെയുള്ളൊരു ഏജ് ആണ്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു വലിയ ടൈം പീരീഡിലുള്ള ഏജ് ആണ്. അത് കാരണം തന്നെ ഈ ഏജിനെ നമ്മൾ ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡിവിഷനിൽ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: റെസ്റ്റോറേഷൻ ഏജ്, അഗസ്റ്റൻ ഏജ് ആൻഡ് ഏജ് ഓഫ് ജോൺസൺ. അപ്പൊ ഇന്ന് കാണുന്ന നിങ്ങൾക്ക് ടൈറ്റിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മൾ റെസ്റ്റോറേഷൻ ഏജ് ആണ് ആദ്യം എടുത്തേക്കുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മെയിൻ റൈറ്റേഴ്സും വർക്ക്സ് ആയിരിക്കും നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും നേരം നിങ്ങൾ പഠിച്ച് വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. എനിക്കറിയാം നെറ്റിൽ കുറേ റൈറ്റേഴ്സും കുറേ വർക്ക്സും ക്രൊണോളജിയും ഒക്കെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ക്രൊണോളജി വൈസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റേഴ്സ് ബൈ ബർത്ത് ഉള്ള ക്രൊണോളജിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ വർക്ക്സ് ലിസ്റ്റ് ചെയ്തത് ക്രൊണോളജി വൈസ് തന്നെയാണ്. അപ്പൊ കഴിവതും ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. കാരണം എല്ലാ റൈറ്റേഴ്സിന്റെ ഇയർ, വർക്ക്സിന്റെ ഇയർ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഓർഡറിൽ തന്നെ, ഐ മീൻ ഇയർ വൈസ് തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോ നിയോ ക്ലാസിക്കൽ ഏജ്, ഓക്കെ, വിച്ച് സ്പാൻസ് ഫ്രം 1660 AD ടു 1798 AD വരെയാണ്. 1798ന്റെ പ്രത്യേകത എന്താണ്? ടെൽമി. അപ്പോഴാണ് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത് അല്ലെ. റൊമാൻറ്റിക് ഏജിന്റെ സ്റ്റാർട്ട് ആണ് 1798. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂ ക്ലാസിക്കൽ ഏജിന്റെ ഒരു എൻഡിങ്ങും. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൈറ്റേഴ്സിന്റെ ലിസ്റ്റ് ആണിത്. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാനായിട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ റൈറ്റേഴ്സിനൊക്കെ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ന്യൂ ക്ലാസിസം അല്ലെങ്കിൽ ഈ ന്യൂ ക്ലാസിക്കൽ ഏജ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ന്യൂ ക്ലാസിക്കൽ ഏജ് എന്നുള്ള ഒരു വേർഡിൽ തന്നെ നമുക്ക് ക്ലാസിക്കൽ എന്നുള്ള ഒരു വേർഡ് കാണാം. നമ്മൾ ക്ലാസിക്കൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ആദ്യം ഓർമ്മ വരിക? ക്ലാസിക്കൽ ഡാൻസ് അല്ലെ, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഓർമ്മ വരിക. അപ്പോ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ നിങ്ങളൊരു ഭരതനാട്യം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അതിന് ഭയങ്കരമായിട്ടുള്ള എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇൻ ദ സെൻസ് നിങ്ങളൊരു ഹിപ്പ് ഹോപ്പ് ഡാൻസ് ഇപ്പൊ എടുക്കുകയാണ്, ഒരു ഫ്രീ സ്റ്റൈൽ ഡാൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഒരു ക്ലാസിക്കൽ ഡാൻസ് എടുക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് അല്ലെ. ഇങ്ങനത്തെ റൂൾസേ ഉള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളെ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റൂൾസ് ഒക്കെ ഉള്ള, ചില വെൽ ഡിഫൈൻഡ് ഒരു ബൗണ്ടറി ഉള്ള ഒരു കാര്യമാണ് അല്ലെ. ഇങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു ഐഡിയ അവിടുന്ന് ബോറോ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പൊ ന്യൂ ക്ലാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ ക്ലാസിസം എന്നാണ്, അല്ലെങ്കിൽ സൂഡോ ക്ലാസിസം. ഞാനിപ്പോ രണ്ട് വാക്കുകൾ പറഞ്ഞു, ആർക്കും ഒന്നും മനസ്സിലായില്ല മിസ് എന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് ആൻഡ് റോമൻ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ഏറ്റവും പണ്ട് ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് ആണ് ഈ ഗ്രീക്കും റോമനും. അവിടെ നിന്നാണ് നമുക്ക് കുറെ ഗ്രീക്ക് ഗോഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ നല്ല ഭംഗിയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പറയും ദേ ലുക്ക് ലൈക്ക് ഗ്രീക്ക് ഗോഡ്സ്. കാരണം ഗ്രീക്ക് ഗോഡ്സ് ഭയങ്കര ഹാൻസം ആണ്. അവരൊക്കെ ഏറ്റവും ആദ്യം ഫ്ലറിഷ് ചെയ്ത ഒരു ലിറ്ററേച്ചർ ആണ്. അപ്പൊ അവരാണ് ക്ലാസിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഏജ്, ഐ മീൻ ഈ 17th സെഞ്ചുറി, ലേറ്റ് 17th സെഞ്ചുറിയിലും ഈ 18th സെഞ്ചുറിയിലും അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ക്ലാസിക്കൽ ഏജിലെ റൈറ്റേഴ്സ് പറയാണ് നമുക്ക് നന്നായിട്ട് ലിറ്ററേച്ചർ ചെയ്യണമെങ്കിൽ, ഓക്കെ, നന്നായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ആരെ പോലെ എഴുതണം? ഗ്രീക്ക് ആൻഡ് റോമൻ റൈറ്റേഴ്സിനെ പോലെ എഴുതണം. അപ്പൊ നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഈ ഫുൾ നിയോ ക്ലാസിക്കൽ ഏജ്.
ഇപ്പോഴത്തെ റൈറ്റേഴ്സ്, ഇപ്പോഴത്തെ ഇൻ ദ സെൻസ് ഈ 60 തൊട്ട് 1798 വരെയുള്ള റൈറ്റേഴ്സ് പറയാണ്, നന്നായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ നല്ലോണം എഴുതാൻ അറിയുന്ന ആൾക്കാരായ ഗ്രീക്ക് റോമൻ ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവരെ പഠിച്ച് അവരെ ഇമിറ്റേറ്റ് ചെയ്ത് വേണം എഴുതാൻ. അപ്പോ ന്യൂ ക്ലാസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന ന്യൂ ക്ലാസിക്കൽ, ന്യൂ ഇൻ ദ സെൻസ് ആ പഴയ കാര്യത്തിന് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ന്യൂ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ പക്ഷേ പ്രശ്നം എന്താ, സൂഡോ ക്ലാസിക്കൽ എന്ന് ഇതിന് പറയാറുണ്ട്. സൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആണ്. അപ്പൊ നമ്മള് ഒരു ഒറിജിനൽ സാധനത്തിനെ എത്ര കോപ്പി ചെയ്താലും അത് ഒരിക്കലും ഒറിജിനൽ അത്രയും ഭംഗി വരുന്നില്ല. അതുകൊണ്ട് അതിനെ ഫേക്ക് ക്ലാസിക്കൽ എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ പോയിന്റ്സ് ഒന്ന് വായിക്കുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകും. ഓക്കെ, ഡോണ്ട് വറി. ഫസ്റ്റ് പോയിന്റ് ആണ്, Neoclassicism in English literature refers to a movement that flourished between 6060 to 1798 AD and came between Renaissance and Romantic period. അപ്പോൾ ഒരു നെറ്റിന്റെ സ്റ്റുഡന്റ് ആയ കാരണം എന്ന് വെച്ചാൽ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ആയ കാരണം ഈ ഡിവിഷൻസ് അല്ലെങ്കിൽ ഏജസിന്റെ ക്രോണോളജി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ന്യൂ ക്ലാസിസം വരുന്നത് ഫസ്റ്റ് ആദ്യം റെനസോൺ കഴിഞ്ഞിട്ടാണ് ന്യൂ ക്ലാസിസം, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൊമാൻറ്റിക് പീരീഡ്. റൊമാൻറ്റിക് പീരീഡ് നമ്മൾ പറഞ്ഞല്ലോ 1798 ലിറിക്കൽ ബാലൻസ്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഓർത്തു വെക്കുക. റെനസോ കഴിഞ്ഞിട്ട് ന്യൂ ക്ലാസിസം കഴിഞ്ഞിട്ടാണ് റൊമാൻറ്റിക് പീരീഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, മോസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് were traditionalist and had great respect for Greek and Roman authors, especially the Romans, who, as per their belief, has established and perfected the principal literary genres of all time. It was, in a sense, a resurgence of classical taste and sensibility. അപ്പോൾ ഈ ഏജിലെ റൈറ്റേഴ്സിനെ നമ്മൾ ട്രഡീഷണലിസ്റ്റ് എന്ന് പറയും. കാരണം അവർ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്ക്സ് അല്ലെങ്കിൽ ആ ഏജിനെ അവര് എഴുതാൻ ശ്രമിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ കാലഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് 1660 തൊട്ട് 1798 AD റൈറ്റേഴ്സ് എന്ത് ചെയ്തു, അവർ ഗ്രീക്കോ റോമൻ വർക്ക്സ് ഒക്കെ എടുത്ത് അവര് പറയുന്നത് അവരാണ് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവരെ പഠിക്കുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു നല്ല ലിറ്ററേച്ചർ എഴുതുക എന്നാണ് ഇവര് പറഞ്ഞത്. ഓക്കെ, ക്ലാസിക്കൽ ടേസ്റ്റും ക്ലാസിക്കൽ സെൻസിബിലിറ്റിനെ അവര് എന്താണ്, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, literature was regarded as an art in which excellence could be attained only by prolonged study. They thought the rules of this art could best be learned from a close study of classical authors and by careful imitation of their works. അപ്പൊ അവര് പറയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയല്ല, ഒരു വലിയ ആർട്ടാണ്. ഇങ്ങനത്തെ ഒരു ആർട്ടിൽ നമ്മൾ കുറെ വർഷങ്ങൾ ഇരുന്ന് പഠിച്ച് നന്നായിട്ട് വേണം എഴുതാൻ. അല്ലാതെ കണ്ണടച്ച് നമ്മുടെ വലിയ എന്താണ് ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ട്രാങ്ക്വിലിറ്റിയിൽ കുറച്ച് തോട്ട്സ് അങ്ങോട്ട് എഴുതുന്നതല്ല, നന്നായി പഠിച്ച് എഴുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ക്ലാസിക്കൽ ഓഥേഴ്സിനെ ശ്രദ്ധിക്കുക, അവരുടെ വർക്ക്സിനെ ഇമിറ്റേറ്റ് ചെയ്യാന്നാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ റൈറ്റേഴ്സ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, next point, they thought that reason and judgment were most admirable faculties and that decorum was essential. In prose as in verse, the most desirable qualities were order, accuracy, harmony, balance, proportion and restraint. പിന്നെ അവർ പറഞ്ഞത് നമുക്കറിയാം ഏജ് ഓഫ് റീസൺ, നമ്മുടെ അഗസ്റ്റിൻ ഏജിന് നമ്മൾ ഏജ് ഓഫ് റീസൺ എന്നും പറയും, പിന്നെ ഏജ് ഓഫ് പ്രോസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ അവർ ഇമോഷൻസിനെ ഒന്നും, നമുക്കറിയാം റൊമാൻറ്റിക് ഏജിൽ എന്താണ്, ഇമോഷൻസ് ആർ ഇമ്പോർട്ടന്റ് അല്ലെ, ഇമാജിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് റൊമാൻറ്റിക് ഏജിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ന്യൂ ക്ലാസിക്കൽ ഏജിൽ റൈറ്റേഴ്സ് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനോ ക്രിയേറ്റിവിറ്റി ഇമ്പോർട്ടന്റ് അല്ല, റീസൺ ഉള്ളതാണോ അല്ലെ, സെൻസിബിൾ ആണോ, പ്രാക്ടിക്കൽ ആണോ, അങ്ങനത്തെ റൈറ്റിങ്സ് മാത്രമേ പാടുള്ളൂ, അങ്ങനത്തെ റൈറ്റിങ്സ് ഉള്ളൂ. ഓക്കെ, ഈ കാലഘട്ടത്തെ റൈറ്റേഴ്സ് ഒക്കെ അങ്ങനത്തെ റൈറ്റിങ്സ് മാത്രമാണ് എഴുതിയിരുന്നത്. പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ആട്ടോ, ശ്രദ്ധിക്കുക. നിയോ ക്ലാസിക്കൽ ഏജിൽ നമ്മൾ കുറെ എന്താണ് പോയിട്രി കാണത്തില്ല. ഐ മീൻ കമ്പയർഡ് ടു അതർ ഏജസ് കുറെ പോയിട്രി ഇല്ല. കാരണം പോയിട്രിന് ഭയങ്കര റൂൾസ് ഉണ്ട്, ഇങ്ങനെ എഴുതാൻ പാടൂ എന്നുള്ളത് കൊണ്ട് തന്നെ കുറെ പേര് എഴുതത്തില്ല, കാരണം അങ്ങനെ എഴുതാൻ അറിയില്ല. ഓക്കെ, അപ്പൊ പോപ്പൊക്കെയാണ് നന്നായിട്ട് എഴുതിയിരുന്നത്. പോപ്പ് എഴുതിയത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ തന്നെ
സ്ട്രിക്റ്റ് ആണ്, ഇത്രയും സിലബിൾസ് ഇതിൽ പാടുള്ളൂ, ഈ ഒരു റൈമ് ഈ ഒരു പെർഫെക്റ്റ് മീറ്ററെ ഫോളോ ചെയ്യുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതലും ആൾക്കാർ എഴുതിയിരുന്നത് പ്രോസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റൻ ഏജിന് നമ്മൾ ഏജ് ഓഫ് പ്രോസ് എന്നും വിളിക്കും. ഓക്കെ ഓക്കെ ഇനി കുറച്ച് പോയിന്റ്സ് എന്താണ് മാൻ ഇൻ സൊസൈറ്റി, മാൻ ഇൻ സോഷ്യൽ എൻവയൺമെന്റ്. ഓക്കെ ഇതിനെയൊക്കെയാണ് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. റൊമാൻറ്റിക് ഏജ് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ റൊമാൻറ്റിക് ഏജ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. റൊമാൻറ്റിക് ഏജിൽ എന്താണ് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, നേച്ചർ, ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഈ ഏജിൽ മനുഷ്യൻ ഇൻ ദ സെൻസ് മനുഷ്യൻ സ്വന്തമായിട്ട് നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ മനുഷ്യനല്ല. മനുഷ്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അല്ലെ, പിന്നെ മനുഷ്യൻ ആളുടെ സോഷ്യൽ എൻവയറമെന്റിൽ എങ്ങനെയാണ്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, കറക്റ്റ് ആയ രീതി എന്താണ് മനുഷ്യന് ജീവിക്കാനുള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വർക്ക്സ് ആയിരുന്നു. അങ്ങനത്തെ ഒരു തീംസ് ഒക്കെ ഉള്ള വർക്ക്സ് ആയിരുന്നു ഈ കാലഘട്ടത്തുള്ളത്. നമുക്കറിയാം ഡോക്ടർ സാമുവൽ ജോൺസന്റെ ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് ഇങ്ങനത്തെ ഒരു തീമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ they frequently use satire as a means of corrective. It was a means of controlling folly, stupidity and corruption. Very important characteristic. വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് സറ്റയർ. നമുക്കറിയാം ഇവിടുത്തെ ഡ്രമാറ്റിസ്റ്റ്, ഈ ഏജിലെ ഡ്രമാറ്റിസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ നല്ല രീതിയിലുള്ള സറ്റയർ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോ സറ്റയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് യൂസിങ് സം ഐറണി അല്ലെ, ഐറണി ഉപയോഗിച്ചോ സർക്കാസം ഉപയോഗിച്ചോ ഇപ്പൊ ഉള്ള ഏതെങ്കിലും ഒരു സിസ്റ്റമിനെ എന്ത് ചെയ്യാണ് വിമർശിക്കുക, അതാണ് സറ്റയർ. ഓക്കെ പിന്നെ ദേ എയിം ടു മെയിൻറ്റെയിൻ ഗുഡ് മോറൽ ഓർഡേഴ്സ് ആൻഡ് ലിറ്റററി ഡിസിപ്ലിൻ. ഞാൻ പറഞ്ഞു സ്ട്രിക്ട് റൂൾസ് ഉണ്ടായിരുന്നു റൈറ്റിംഗ്സിന്, ആ ഒരു പോയിന്റ് ആണ്. ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് ആസ് പോപ്പ് റോട്ട് ഇൻ ഹിസ് എസ്സേ ഓൺ മാൻ, ഓർഡർ ഈസ് ഹെവൻസ് ഫസ്റ്റ് ലോ. ഓക്കെ ഈ ഒരു പോയിന്റിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ, നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റിന് ലിറ്റററി ഡിസിപ്ലിൻ എന്നുള്ള പോയിന്റിന്റെ എക്സാമ്പിൾ ആണത്. Okay, this literary period is further divided in three parts: Restoration period, Augustan period and Age of Johnson. Okay, ഈ ഒരു ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു പീരീഡിനെ ന്യൂ ക്ലാസിക്കൽ ഏജ് വിച്ച് സ്പാൻസ് ഫ്രം 1660 തൊട്ട് 1798 വരെ, അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഓക്കെ വെരി ഇമ്പോർട്ടന്റ് ടേബിൾ. ഫസ്റ്റ് ആണ് റെസ്റ്റോറേഷൻ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1660 തൊട്ട് 1700. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറേഷൻ ഏജ് ആണ്. പിന്നെയാണ് അഗസ്റ്റിൻ ഏജ്, പിന്നെയാണ് ഏജ് ഓഫ് ജോൺസൺ. ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ ഇനി റെസ്റ്റോറേഷൻ ഏജ്. അപ്പൊ നിയോ ക്ലാസിക്കൽ, നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ഏജസും ന്യൂ ക്ലാസിക്കൽ ഏജിൽ വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ മൂന്ന് ഏജിലും ഉള്ളതാണ്. ഓക്കെ ഓക്കെ ഇനിയാണ് റെസ്റ്റോറേഷൻ ഏജ്. ചില പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഏജിന്റെ പേര് റെസ്റ്റോറേഷൻ എന്തുകൊണ്ടാണെന്നുള്ളത്. അത് നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഈ ക്രോംവെൽ എന്നുള്ള പേര് പിന്നെയും പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ അപ്പൊ ഈ പിക്ചേഴ്സിൽ ആരൊക്കെയാണ് മൂന്ന് ആൾക്കാരുള്ളത്? ഒലിവർ ക്രോംവെൽ, റിച്ചർഡ് ക്രോംവെൽ ആൻഡ് ചാൾസ് ദ സെക്കൻഡ്. ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലണ്ടില് ഇപ്പൊ പ്രസന്റ്ലി ഉണ്ടായിരുന്നത് ആരാണ്? ഒലിവർ ക്രോംവെൽ. ഓക്കെ ഒരു മൊണാർക്കി അല്ലെ, ചാൾസ് വണ്ണിനെ കൊന്ന് നമ്മള് സൈഡാക്കി. എന്നിട്ട് ഒലിവർ ക്രോംവെൽ വന്നിട്ട് ഇംഗ്ലണ്ടിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇറ്റ്സ് എ പാർലമെന്ററി ഗവൺമെന്റ്. എന്നിട്ട് ഒലിവർ ക്രോംവെലിന്റെ മോനായ റിച്ചാർഡ് ക്രോംവെലിനാണ് ഇപ്പൊ ഇംഗ്ലണ്ട് കയ്യിലിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ചാൾസ് ഒന്നാമൻ മരിക്കുമ്പോ ചാൾസിനൊരു മോനുണ്ട് ഹൂസ് നെയിം ഇസ് ചാൾസ് സെക്കൻഡ്. അപ്പൊ ചാൾസ് സെക്കൻഡ് ഈ ഒലിവർ ക്രോംവെലിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, ഒലിവർ ക്രോംവെൽ അങ്ങ് ജയിക്കുകയാണ്. അപ്പൊ ചാൾസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഫ്രാൻസിലേക്ക് എന്തിനാണ് ഒരു ഡിഫീറ്റ് ആയപ്പോ തന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ അടുത്ത് തന്നെയാണ് ഫ്രാൻസ്. ഓക്കെ അപ്പൊ അടുത്തായ കാരണം അങ്ങോട്ടല്ലേ എക്സൈൽ ആവാൻ അല്ലെങ്കിൽ പോവാൻ ഏറ്റവും എളുപ്പം. സെക്കൻഡ് ചാൾസിന്റെ അമ്മേന്റെ വീട് വേഴ്സൺ എന്ത് ഫ്രാൻസ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ചാൾസ് ഒന്നാമൻ ഇസ് കിൽഡ്. ആ സ്ഥലത്ത് ഒലിവർ ക്രോംവെൽ ആണ് ഇപ്പോ ഇംഗ്ലണ്ടിന്റെ ലോർഡ് പ്രൊട്ടക്ടർ. ചാൾസ് രണ്ടാമനായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൾസ് ഒന്നാമൻ കഴിഞ്ഞിട്ട് രണ്ടാമനല്ലേ വരേണ്ടത്, മോനല്ലേ വരേണ്ടത്. പക്ഷെ
ഒരു യുദ്ധം ചെയ്യുന്നുണ്ട് മോൻ, പക്ഷെ തോക്കാണ്. എന്നിട്ട് ആള് ഫ്രാൻസിലേക്ക് പോവാണ്. ഫ്രാൻസിലേക്ക് പോകുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ ചാൾസ് രണ്ടാമൻ എന്ത് ചെയ്തു? ഫ്രാൻസിലാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഇംഗ്ലണ്ടിൽ തന്നെ കുറച്ച് പേരുണ്ട്, അവരുടെ പേരാണ് റോയലിസ്റ്റ്. റോയലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ വലിയ താല്പര്യമില്ല. അവർക്ക് മൊണാർക്കിയിലാണ് വിശ്വാസം. മൊണാർക്കി എന്ന് വെച്ചാൽ അറിയാലോ, കിങ്ങിന്റെ പിള്ളേരെ തന്നെ പിന്നെയും രാജാവാവുക, അങ്ങനെ. പക്ഷെ പാർലമെന്ററി ഫോം ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ നമ്മൾ നമ്മുടെ ലീഡറെ ചൂസ് ചെയ്യുക, അങ്ങനത്തെ. അപ്പോ റോയലിസ്റ്റ് റോയലിസ്റ്റ് എന്തായിരുന്നു ആഗ്രഹം? ചാൾസ് രണ്ടാമൻ തന്നെ ആവണം നമ്മുടെ എന്താണ് കിങ്. അപ്പോ ഒലിവർ ക്രോംവെൽ പിന്നെ മരിക്കുകയാണ്, എന്ന് വെച്ചാൽ ഹി ഡൈസ്. പിന്നെ ഒലിവർ ക്രോംവെലിന്റെ മോനായ റിച്ചാർഡ് ക്രോംവെൽ ആണ് പിന്നെ ഇംഗ്ലണ്ടിന്റെ ലോർഡ് പ്രൊട്ടക്ടർ ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ റോയലിസ്റ്റ് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും? ചാൾസ് രണ്ടാമനെ കൊണ്ടുവരും. എന്നിട്ട് ഈ റിച്ചാർഡ് ക്രോംവെൽ തോക്കുകയാണ്. അങ്ങനെ മൊണാർക്കി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം നമുക്കറിയാം, ഒലിവർ ക്രോംവെലിന്റെ ടൈമിൽ എന്തായിരുന്നു? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു. ചാൾസ് രണ്ടാമൻ വരുമ്പോ അതൊരു മൊണാർക്കിയായി മാറി. കാരണം ചാൾസിന്റെ അച്ഛൻ ആരായിരുന്നു? ചാൾസ് ഒന്നാമൻ. ഓക്കെ, ഹി വാസ് ദ കിങ്. അപ്പൊ മൊണാർക്കി വൈസ് ആളുടെ മോനായ ചാൾസ് രണ്ടാമൻ തന്നെയായിരുന്നു രാജാവാവേണ്ടത്. അപ്പൊ ദർ ഇസ് എ റെസ്റ്റോറേഷൻ ഓഫ് വാട്ട്? മൊണാർക്കി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത്. നമ്മൾ മൊണാർക്കിയെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ പേരുകളൊക്കെ കാണുമ്പോൾ ക്ലിയർ അല്ലേ? ഒലിവർ ക്രോംവെൽ, ചാൾസ് ഒന്നാമൻ കഴിഞ്ഞിട്ട് അവിടെ വന്ന ലോർഡ് പ്രൊട്ടക്ടർ ആണ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു. പിന്നെ ചാൾസ് രണ്ടാമൻ ഈ ഒലിവർ ക്രോംവെലിനോട് ഫൈറ്റിംഗ് ചെയ്തതാണ്, യുദ്ധം ചെയ്തതാണ്, പക്ഷെ തോറ്റുപോയി. എന്നിട്ട് ആള് എന്ത് ചെയ്തു? ഫ്രാൻസിലേക്ക് പോയി. ഒലിവർ ക്രോംവെലിന്റെ മോനാണ് ആര്? റിച്ചർഡ് ക്രോംവെൽ. ആളോട് ചാൾസ് രണ്ടാമൻ പിന്നെയും ഫൈറ്റ് ചെയ്യാണ് ആൻഡ് എന്താണ്? തിരിച്ച് എടുക്കുകയാണ് നമ്മുടെ കിങ്ഷിപ്പ്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളാണ്, ഈ ഒരു സ്റ്റോറി ഓർത്തു വെക്കുക. റെസ്റ്റോറേഷൻ ഏജ് 60 തൊട്ട് 1700 AD വരെയാണ്. ഇറ്റ് ഇസ് എ പീരിയഡ് വെൻ ചാൾസ് സെക്കൻഡ് വാസ് റെസ്റ്റോർഡ് ടു ദ ത്രോൺ ആൻഡ് മൊണാർക്കി വാസ് റീ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പൊ ത്രോണിലേക്ക് ചാൾസ് രണ്ടാമൻ റെസ്റ്റോർ ചെയ്യാണ്, തിരിച്ചു വരികയാണ്. അങ്ങനെ മൊണാർക്കി നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് റീ എസ്റ്റാബ്ലിഷ് അല്ലെ, തിരിച്ചു എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അതിന്റെ മുമ്പ് എന്താ സംഭവിച്ചത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കുട്ടികഥ എന്താണ്? ബിഫോർ ദി റെസ്റ്റോറേഷൻ ഏജ് ദർ വാസ് എ കോമൺവെൽത്ത് പീരീഡ്. നമ്മൾ ഈ ഒലിവർ ക്രോംവെലിന്റെ ആ ഒരു ഏജ്, ആ ഒരു പീരീഡിന് നമ്മൾ കോമൺവെൽത്ത്, നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വന്നവരാണ് അല്ലെ? ഓക്കെ, അപ്പോൾ ഒലിവർ ക്രോംവെലിന്റെ ആ ഏജിന് നമ്മൾ കോമൺവെൽത്ത് പീരീഡ് എന്നാണ് പറയാം. അപ്പോൾ വിത്ത് ദ ഡെത്ത് ഓഫ് കിങ് ചാൾസ് വൺ, മൊണാർക്കി വാസ് അബോളിഷ്ഡ്. അപ്പോൾ ചാൾസ് വൺ മരിച്ചു. അപ്പോൾ അങ്ങനെ എന്താണ്? മൊണാർക്കി അവിടെ നിന്നു. ഹിസ് സൺ ചാൾസ് സെക്കൻഡ് വാസ് ഡിഫീറ്റഡ് ബൈ ക്രോംവെൽ ആൻഡ് ഹി ഫ്ലെഡ് ടു ഫ്രാൻസ്. അപ്പോൾ ചാൾസ് രണ്ടാമനെ എന്താണ് ഒരു ഡിഫീറ്റ് ചെയ്തു. ആര് ചെയ്തു? ഒലിവർ ക്രോംവെൽ ഡിഫീറ്റ് ചെയ്തിട്ട് ചാൾസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോവാണ്. പക്ഷെ ക്രോംവെൽ മരിച്ചു കഴിഞ്ഞിട്ട് റിച്ചാർഡ് ക്രോംവെൽ എന്താണ് ലോർഡ് പ്രൊട്ടക്ടർ ആവണം. പക്ഷെ ചാൾസ് രണ്ടാമൻ ആളെ എന്താണ് ഡിഫീറ്റ് ചെയ്തിട്ട് ആ ഒരു ത്രോൺ തിരിച്ച് എടുക്കുകയാണ്. അങ്ങനെയാണ് റെസ്റ്റോർ ചെയ്തത്. അങ്ങനെയാണ് ഇതിന്റെ പേര് റെസ്റ്റോറേഷൻ ഏജ് എന്ന് വന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ഒലിവർ ക്രോംവെലിന്റെ മോൻ അത്രയ്ക്കും എന്താണ് അച്ഛന്റെ അത്രയും നല്ല സ്കിൽസ് ഇല്ലായിരുന്ന കൊണ്ട് തന്നെ ആള് തോറ്റുപോവാണ്. ഓക്കെ ഓക്കെ, അപ്പോ റെസ്റ്റോറേഷൻ ഏജിന്റെ തന്നെ വേറൊരു പേരാണ് ഏജ് ഓഫ് ഡ്രൈഡൻ. കാരണം ഈ കാലഘട്ടത്തെ ഏറ്റവും നല്ല റൈറ്റർ ആയിരുന്നു ആര്? ജോൺ ഡ്രൈഡൻ. നമുക്കറിയാം, നിങ്ങൾക്ക് ഈ റെസ്റ്റോറേഷൻ ഏജിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഡ്രൈഡന്റെ ആണ്. ഡ്രൈഡന്റെ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ബിക്കോസ് ഹി വാസ് എ ഗുഡ് റൈറ്റർ അല്ലെ, നല്ല എഴുത്തുകാരനും ആയിരുന്നു, പിന്നെ ഒരു ലിറ്റററി ക്രിട്ടിക്കും കൂടിയായിരുന്നു. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസം പോർഷനിൽ നിന്നും ആളുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദിസ് പീരിയഡ് തിയേറ്റർ ബാൻ. അപ്പോൾ ചാൾസ് സെക്കൻഡ് ത്രോണിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഇൻ ദിസ് പീരിയഡ് തിയേറ്റർ ബാൻ വാസ് ലിഫ്റ്റഡ് ഇൻ 60. അപ്പോൾ തിയേറ്ററിൽ ബാൻ ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ്, ആ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, there was also an establishment of Royal Society to promote rational inquiry, research and development of science. ശ്രദ്ധിക്കുക, ഈ ഒരു ഏജിനെ നമ്മൾ ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ ഏജ് ഓഫ് പ്രോസ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ സയൻസിനെയും എൻക്വയറിനെയും റീസണിനൊക്കെ കുറെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ റോയൽ സൊസൈറ്റി വരെ അതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു സൊസൈറ്റി വരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗളിവേഴ്സ് ട്രാവലിൽ തന്നെ ഈ റോയൽ സൊസൈറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഗളിവേഴ്സ് ട്രാവൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം.
Okay, in the year 1666, Great Fire of London, more than 13,000 buildings burned down. അപ്പോൾ ഒരു ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ഉണ്ടാവുകയാണ്, കുറെ ബിൽഡിങ്സ് കത്തിപ്പോവാണ്. ഇറ്റ് വാസ് എ സ്മോൾ ഫയർ സ്റ്റാർട്ടഡ് ഇൻ എ ബേക്കറി. ഒരു ബേക്കറിയിൽ തീ പിടിക്കണം, പക്ഷെ അത് വല്ലാണ്ട് ആയിട്ട് കുറെ ബിൽഡിങ്സ് വരെ ബേൺ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഒരു പ്ലേഗും വന്നായിരുന്നു. നമുക്കറിയാം ചോസറിന്റെ ഏജിലും എന്തായിരുന്നു, പ്ലേഗ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ടിൽ എന്താണാവോ ഇടയ്ക്കിടയ്ക്ക് പ്ലേഗ് വരാറുണ്ട്. അപ്പോ ഈ കാലഘട്ടത്തും ഒരു പ്ലേഗ് വന്നിരുന്നു. ഓക്കെ, പിന്നെ ടു മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് എമേർജ്ഡ്. വൺ വർ വിഗ്സ് ആൻഡ് ടോറീസ്. വിഗ്സ് ആൻഡ് ടോറീസ് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, വിഗ്സ് ആരായിരുന്നു? ലിബറൽസ് ആയിരുന്നു. ഓക്കെ, ദേ വാണ്ടഡ് ടു ലിമിറ്റ് ദ പവർ ഓഫ് മൊണാർക്കി. ഓക്കെ, ലിബറൽ ആയ ആൾക്കാർക്ക് ഒന്നും ഈ മൊണാർക്കി അവർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷെ ടോറീസ് എന്നുള്ള ആൾക്കാർക്ക് ദേ ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ് എന്ന് വെച്ചാൽ എന്താണ്? വി ഹാവ് ദ ഗോഡ്. പിന്നെ ഗോഡ് ആരാണ്? കിങ്ങിന്റെ അടുത്തേക്ക് സൊസൈറ്റി അല്ലെങ്കിൽ കിങ്ഡമിനെ നോക്കാനുള്ള എന്താണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തേക്കാണ്. അപ്പൊ ഗോഡ് ഇസ് സിമിലർ ടു എ കിങ് ഇസ് സിമിലർ ടു എ ഗോഡ് അല്ലെ, ദൈവത്തിന്റെ പോലെ തന്നെ, ദൈവത്തിന് തുല്യമാണ് രാജാവ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. അപ്പൊ ടോറീസ് ഇതിലാണ് വിശ്വസിച്ചിരുന്നത്. ഇൻ ദ സെൻസ് അവർ മൊണാർക്കിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ആൻഡ് വിഗ്സ് മൊണാർക്കിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇങ്ങനത്തെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും ഈ കാലഘട്ടത്തിൽ വന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റോറി. ചാൾസ് സെക്കൻഡ് നമ്മുടെ ഇംഗ്ലണ്ട് അത്രയ്ക്ക് റോമൻ കാത്തലിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇംഗ്ലണ്ട് അല്ല. നമ്മുടെ ചാൾസ് സെക്കൻഡും എന്താണ് ഒരു റോമൻ കാത്തോലിസിസത്തിൽ ബിലീവ് ചെയ്യുന്നതാണ്. പക്ഷെ അതൊരിക്കലും പുറത്ത് കാണിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഹി വാസ് എന്താണ് കുറച്ച് ക്ലെവർ ആയിരുന്നു ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ ചാൾസ് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആളുടെ ബ്രദറായ ജെയിംസ് സെക്കൻഡ് ആയിരുന്നു ചാൾസിന് ഇഷ്ടം രാജാവാവേണ്ടത്. ഓക്കെ, ചാൾസ് സെക്കൻഡ് ഇനി മരിച്ചു കഴിയുമ്പോ ആരാവണ രാജാവ്? ജെയിംസ് സെക്കൻഡ്. പക്ഷേ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ജെയിംസ് സെക്കൻഡ് പ്യുവർ കാത്തലിക് പേഴ്സൺ ആയിരുന്നു. ഓക്കെ, അത് പക്ഷെ ഇംഗ്ലണ്ടിന്റെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് ഇങ്ങനെ ഈ എക്സ്ട്രീം കാത്തലിക് ബിലീവ് ഉള്ള ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ജെയിംസ് രണ്ടാമൻ ത്രോണിൽ വന്നപ്പോ ആൾക്കാര് എന്തും ചെയ്തിട്ടും അയാളെ അവിടുന്ന് ഇപ്പൊ പെട്ടെന്ന് അങ്ങ് മാറ്റണം. അപ്പൊ ദേ റീച്ച്ഡ് ഔട്ട് ടു വില്യം ആൻഡ് മേരി ഓഫ് ഓറഞ്ച്. ഓക്കെ, ഈ വില്യം ആൻഡ് മേരിനെ അവര് പോയി കണ്ടു. എന്നിട്ട് അവര് പറഞ്ഞു ഈ ജെയിംസ് രണ്ടാമനെ ഇവിടുന്ന് മാറ്റണം. ഓക്കെ, എന്നിട്ട് എന്താണ് ജെയിംസ് രണ്ടാമനെ അവിടുന്ന് മാറ്റി വില്യം തേർഡ് ആണ് നമ്മുടെ പുതിയ രാജാവായി മാറുന്നത്. അപ്പൊ ചാൾസ് രണ്ടാമൻ കഴിഞ്ഞിട്ട് ജെയിംസ് രണ്ടാമൻ വന്നു. പക്ഷെ ജെയിംസിനെ മാറ്റി വില്യം ആൻഡ് മേരി ഓഫ് ഓറഞ്ച് ആണ് പിന്നെ ഇംഗ്ലണ്ടിൽ വന്ന് ഭരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? After Charles II, his brother James II succeeded to the throne in 1685. He was a papist, a Roman Catholic. His Catholic prejudices made the whole nation turn against him in 3 years. 3 കൊല്ലം ആള് അവിടെ റീൻ ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1688 ഒരു ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഇതിന് പറയും. ഓക്കെ, ആരും പ്രത്യേകിച്ച് മരിച്ചൊന്നുമില്ല. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് ആയ വില്യമും മേരി ഓഫ് ഓറഞ്ചും ആ ത്രോൺ അങ്ങോട്ട് അവര് എടുത്തു. അങ്ങനെ വില്യം തേർഡ് ബിക്കെയിം ദി ന്യൂ കിങ് ഇൻ 1689 അല്ലെ. ഓക്കെ, ഇതാണ് നമ്മുടെ ചാൾസ് സെക്കൻഡിന്റെ ബ്രദറായ ജെയിംസ് സെക്കൻഡും പിന്നെ വില്യം തേർഡ് ആൻഡ് മേരി ഓഫ് ഓറഞ്ച്. കണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾ വിചാരിക്കണ്ടോ ഈ കഥകളൊക്കെ ഇത്ര പഠിക്കണം? നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു റെസ്റ്റോറേഷൻ ഏജ് നമ്മൾ ഏത് ഏജ് ആയിട്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് ദി ഏജ് ഓഫ് ഡ്രൈഡൻ. പക്ഷേ ഡ്രൈഡൻ ദ മാസ്റ്റർ ദാറ്റ് ഹി ഈസ്, ഓക്കെ, ഡ്രൈഡന്റെ വർക്ക്സിൽ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ മെൻഷൻസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകില് എന്താണ് ആ സമയത്ത് പ്ലേഗോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത എന്താണ് കുറച്ച് ഡച്ച് ആംഗ്ലോ വാർസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വാറോ അല്ലെങ്കിൽ ഈ എന്താണ് നമ്മുടെ ചാൾസ് രണ്ടാമൻ ത്രോണിലേക്ക് വരുന്നതും ജെയിംസിനെ മാറ്റുന്നതായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രൈഡൻ ആളുടെ വർക്ക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡ്രൈഡന്റെ വർക്ക്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് നെറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡ്രൈഡന്റെ ഈ വർക്കിൽ ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ആ വർക്ക് നന്നായി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ കാലഘട്ടത്തിൽ ഏതാണെന്ന് ഓർത്ത് വെച്ചാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോ ഒലിവർ ക്രോംവെല്ലിൽ നിന്ന് എന്താണ് റിച്ചർഡ് ക്രോംവെൽ വന്നു. ചാൾസ് സെക്കൻഡ് റിച്ചർഡ് ക്രോംവെൽ ആയിട്ട് യുദ്ധം നടന്നിട്ട് ചാൾസ് സെക്കൻഡ് ആണ് ത്രോൺ എടുത്തത്.
ചാൾസ് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആരാണ് വന്നത്? ജെയിംസ് സെക്കൻഡ്. പക്ഷെ വില്യം ആൻഡ് എന്താണ് നമ്മുടെ വില്യം തേർഡ് ആൻഡ് മേരി ഓഫ് ഓറഞ്ച് വന്നിട്ട് ജെയിംസ് സെക്കൻഡ് അടുത്തുനിന്ന് ഈ ത്രോൺ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആണ് ന്യൂ ക്ലാസിസം. നമ്മൾ പറഞ്ഞു ന്യൂ ക്ലാസിസം ഏജ്. അപ്പോൾ ന്യൂ ക്ലാസിസം എന്ന് പറയുന്നത് റൈറ്റേഴ്സ് ഓഫ് റെസ്റ്റോറേഷൻ ഏജ് ടേൺ ടു ഗ്രേറ്റ് ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഓക്കെ, എസ്പെഷ്യലി ലാറ്റിൻ ഫോർ ഇൻസ്പിരേഷൻ. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഗ്രീക്കും റോമൻ റൈറ്റേഴ്സിനെ നമ്മുടെ ഇപ്പോഴത്തെ ഏജിലെ റെസ്റ്റോറേഷൻ ഏജിലെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ ഏജിലെ റൈറ്റേഴ്സ് ഒക്കെ ഈ എന്താണ് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ നോക്കാൻ തുടങ്ങി. അവരുടെ അടുത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ആയി അവരുടെ വർക്ക്സ് അവരെഴുതുന്ന പോലെ എഴുതാനുള്ള ഒരു ഇമിറ്റേഷൻ അവര് നടത്തി. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ. ഈ പോയിന്റ് നമുക്കറിയാം. പിന്നെയാണ് കോമഡി ഓഫ് മാനേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോമഡി ഓഫ് മാനേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറേഷൻ കോമഡി എന്നും പറയും. ഈ കാലഘട്ടത്ത് എഴുതിയ രീതി, ആ ഒരു ഫോമിനെയാണ് കേട്ടോ റെസ്റ്റോറേഷൻ കോമഡി. അതിന്റെ തന്നെ വേറെ പേരാണ് എന്ത്? കോമഡി ഓഫ് മാനേഴ്സ്. കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നല്ല വിറ്റി ആയിട്ടുള്ള അല്ലെ, നല്ല ബുദ്ധി ഉപയോഗിക്കുന്നുള്ള, വെറുതെ വെറുതെ എന്തെങ്കിലും എന്തായാലും ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ല, ഭയങ്കര ലോജിക്കൽ ആയിട്ടുള്ള, ഭയങ്കര വിറ്റി ആയിട്ടുള്ള അല്ലെ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോമഡി. അത് പക്ഷെ ആ കോമഡിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശിക്കുകയാണ്. നമ്മളൊരു വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 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 അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വെച്ച് പറയല്ല. അർത്ഥമുണ്ട്, ഭയങ്കര റീസണും ഉണ്ടായിട്ട് നമ്മൾ ചില കാര്യങ്ങളെ വിമർശിക്കുന്ന രീതി, ആ ഒരു കോമഡി സ്റ്റൈലിനെയാണ് നമ്മൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയാം. ഓക്കെ, കണ്ടംപററി സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ വിമർശിക്കുക ത്രൂ കോമഡി വിച്ച് ഇസ് വിറ്റി ആൻഡ് ലോജിക്കൽ. ലോജിക്കും ഉണ്ട്, അതിന് എന്നാ നല്ല രസമുണ്ട് കേൾക്കാൻ. ഓക്കെ, അപ്പോൾ ഈ കോമഡി ഓഫ് മാനേഴ്സ് നമ്മൾ എവിടെ നിന്നാണ് ഇത്ര ഇൻഫ്ലുവൻസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിയർ എന്ന് പറഞ്ഞ ഗ്രേറ്റ് മോളിയർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് റൈറ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാൾസ് സെക്കൻഡ് കുറെ കാലം എന്താണ് ഫ്രാൻസിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചാൾസ് സെക്കൻഡിനെ സന്തോഷിപ്പിക്കാൻ കുറെ ആൾക്കാർ ഈ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ലിറ്ററേച്ചറിന്റെ ആസ്പെക്ട്സും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നായിരുന്നു. അത് ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ച് ഫ്രഞ്ച് ഇൻഫ്ലുവൻസസും ഈ ഏജിലുണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റോറേഷൻ കോമഡി വാസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഇൻഡീസൻസി ആൻഡ് പെർമിസിവ്നെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റെസ്റ്റോറേഷൻ കോമഡിയിൽ എന്താണ് ഒരു എല്ലാം അലൗഡ് ആയിരുന്നു. ഓക്കെ, ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഡീസൻസി വാസ് ഓൾസോ അലൗഡ് ഇൻ വർക്ക്സ്. നിങ്ങൾക്ക് ചില വർക്ക്സ് ഒക്കെ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരു ലിറ്ററേച്ചർ വാസ് ഓൾസോ അലൗഡ്. ഓക്കെ, പിന്നെ ഇൻ ട്രാജഡി ഫ്രഞ്ച് ആൻഡ് ക്ലാസിക്കൽ മെത്തേഡ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ, ഫോംസ് ആണ്. ഇനി ട്രാജഡിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ട്രാജഡിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാജഡി കെയിം ഇൻ ടു ബി വിച്ച് ഇസ് നോൺ ആസ് ഹീറോയിക് പ്ലേ. അപ്പൊ ഫ്രഞ്ച് മെത്തേഡ്സും ക്ലാസിക്കൽ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു ഫ്രാൻസിന്റെ ലിറ്ററേച്ചറിൽ നമ്മൾ എന്താണ് ഇൻസ്പയർഡ് ആവുന്നുണ്ടായിരുന്നു. കാരണം ചാൾസ് സെക്കൻഡ് കുറെ നാള് ഈ ഫ്രാൻസിലായിരുന്നു കൊണ്ട് തന്നെ അപ്പോഴത്തെ റൈറ്റേഴ്സ് എന്താണ് അവർക്കും ചാൾസ് സെക്കൻഡിനെ ഇംപ്രസ് ചെയ്യണമായിരുന്നു. അപ്പൊ ട്രാജഡിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡ്സും ഫ്രഞ്ച് മെത്തേഡ്സിനെയും കൂടി എന്താണ് മിക്സ് ചെയ്തിട്ട് ഒരു ന്യൂ ടൈപ്പ് ഓഫ് പ്ലേ കണ്ടു വന്നു. ഓക്കെ, വിച്ച് ഇസ് നോൺ ആസ് ഹീറോയിക് പ്ലേ. വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഏതെങ്കിലും വർക്ക്സ് ഓക്കെ ദിസ് ഏജ് ഇത് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാം റെസ്റ്റോറേഷൻ ഏജിൽ ഹീറോയിക് പ്ലേ ഭയങ്കരമായിട്ട് എന്താണ് പോപ്പുലർ ആയിരുന്നു. അപ്പൊ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് ഗെസ്. ഓക്കെ ഓക്കെ, അപ്പൊ ടിറാനിക് ലവ്, ജോൺ റൈഡറിന്റെ കുറെ വർക്ക്സ് ഹീറോയിക് പ്ലേയിൽ എഴുതിയിട്ടുണ്ട്. ഹി ആക്ച്വലി പെർഫെക്റ്റഡ് ദിസ് കൈൻഡ് ഓഫ് റൈറ്റിംഗ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമഡിയ ഡെലാർട്ടി. ഇതെന്താണ്? ഇത് ആക്ച്വലി ഒരു തിയേറ്റർ ഫോം ആണ്. പണ്ടങ്ങ് ഇറ്റലി, ഓക്കെ, ഇറ്റലി എവിടെയാണ്? റോമിലാണ്. ഓക്കെ, പണ്ടൊക്കെ ഇറ്റലിയില് ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ ഫോം ആണ്. പിന്നെ അത് എന്താണ് റെസ്റ്റോറേഷൻ ഏജിൽ നമ്മുടെ ഇംഗ്ലണ്ടിലും പോപ്പുലർ ആവുകയാണ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും കാണുന്ന ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് നോർമൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്താണ് അതാണ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിയേറ്റർ, ഓക്കെ, ഒരു കോമഡി ആണ്. പക്ഷെ ഈ കോമഡിയിലും സറ്റൈറിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, റെസ്റ്റോറേഷൻ ഏജിലുള്ള എല്ലാ റൈറ്റിംഗ്സിലും മോസ്റ്റ്ലി സറ്റൈറിക്കൽ എലിമെന്റ്സ് ഉണ്ടാവും. ആ കാലഘട്ടത്തെ എന്തെങ്കിലും കണ്ടംപററി കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് സറ്ററൈസ് ചെയ്യുക. ഓക്കെ,
പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺ സ്പോട്ട് ആട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ദേ വെരി ഫിസിക്കൽ കോമഡി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ എന്താണ്, നമുക്കൊരു കൊമീഡിയൻ ഉണ്ടല്ലോ ഭയങ്കര ഫേമസ്, ഹി ഓൾസോ ഡസ് ദിസ്. എനിക്കിപ്പോ കിട്ടുന്നില്ല. ഒരു ഹിറ്റ്ലറിന്റെ ഒരു സ്പീച്ച് ചെയ്തായിരുന്നു. ഓക്കെ, ഐ ക്യാൻറ്റ് റിമെമ്പർ ഹിസ് നെയിം. പക്ഷെ ആളുടെ ആ ഒരു കമീഡിയനിലും ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ള പെട്ടെന്ന് വീഴുക അങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി വരും അല്ലെ. അപ്പോൾ കൊമീഡിയ ഡെൽ ആർട്ടിയിലും എന്താണ് ഇങ്ങനത്തെ കുറെ ഫിസിക്കൽ കോമഡി ഉണ്ട്, ലൈക്ക് അക്രോബാറ്റിക്സ് അല്ലെങ്കിൽ സ്ലാപ്സ്റ്റിക്. ഓക്കെ, സ്ലാപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഈ അക്രോബാറ്റിക്സ് പോലെ, ലൈക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എന്താണ് കോമഡി ഉണ്ട്. അപ്പൊ തന്നെ ഓൺ സ്പോട്ട് അവര് കാര്യങ്ങൾ എന്താണ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അവർ അങ്ങനെ ഡയലോഗ്സ് ഒന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ക്ലിയർ കട്ട് റിട്ടേൺ ഡയലോഗ്സ് ഇല്ല, അവര് ഓൺ ദി സ്പോട്ട് തന്നെ ഈ എന്താണ് ഈ ഇതിലുള്ള ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാണ്. യൂഷ്വലി ഇതിലെ ആർട്ടിസ്റ്റ് എന്താണ് പ്രൊഫഷണൽസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പോയിന്റ് മിസ് എന്താണ് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു തന്നതെന്ന്. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നെറ്റിന്റെ വന്നിട്ടുണ്ട്, നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ട്രാജഡി കണ്ടു, നമ്മൾ കോമഡി കണ്ടു, ഇനി നമുക്ക് പ്രോസ്. അപ്പൊ പ്രോസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്താണ് സെറ്റയർ വന്നായിരുന്നു അല്ലെ. പിന്നെ ഈ കാലഘട്ടത്താണ് നമ്മൾ എന്താണ് പെർഫെക്റ്റ് നോവൽ, ഫുൾ നോവൽ ഒക്കെ എഴുതാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ മാത്യു ആർണോൾഡ് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റോറേഷൻ ഏജ് ആണ്, മോഡേൺ ഇംഗ്ലീഷ് പ്രോസിന്റെ ബർത്ത് തന്നെ ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇറ്റ് ഈസ് ഓൾസോ എൻ ഏജ് ഓഫ് ഇന്റലക്ച്വലിസം ആൻഡ് റാഷണലിസം. ഓക്കെ, നമ്മൾ പിന്നെയും കേട്ടു. ഓക്കെ, പിന്നെ പോയിട്രി ഞാൻ പറഞ്ഞു സ്ട്രിക്റ്റ് റൂൾസും പിന്നെ ഭയങ്കര സറ്റൈറിക്കൽ ആയ പോയിട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പോപ്പുലർ പോയിട്രി ഫോംസ് വിൽ ലിറിക്, നെറേറ്റീവ് പോയിട്രി, ഓഡ്സ് ആൻഡ് സറ്റയർസ്. ജോൺ ഡ്രൈഡൻ, ദ അബ്സലം ആൻഡ് അച്യുതഫെൽ ആൻഡ് മാക് ഫ്ലെക്നോ. മാക് ഫ്ലെക്നോ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ്, സോറി ഇറ്റ് ഈസ് എ പേഴ്സണൽ സറ്റയർ. പിന്നെ അബ്സലം ആൻഡ് അച്യുതഫെൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ്. അപ്പോൾ കുറെ രീതിയിലുള്ള സറ്റയറും ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നമ്മൾ റൈറ്റേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. റൈറ്റേഴ്സിന്റെ വർക്ക്സും പിന്നെ എന്താണ് അവരാരൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി 8 റൈറ്റേഴ്സ്. ദീസ് ആർ ജസ്റ്റ് പോയറ്റ്സ് ആൻഡ് പ്രോസ് റൈറ്റേഴ്സ്. ഓക്കെ, നമ്മൾ നാളത്തെ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും എന്ത് ഡ്രമാറ്റിസ്റ്റ് ഓഫ് റെസ്റ്റോറേഷൻ ഏജ് പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും റൈറ്റേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ച് സന്തോഷിക്കരുത്. ഓക്കെ ഓക്കെ, സോ ദി ഫസ്റ്റ് റൈറ്റർ ദാറ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് ഈസ് Samuel Butler. This is Samuel Butler. Okay, very handsome chap. Okay, അപ്പോൾ Samuel Butler is an English poet and a satirist. ശ്രദ്ധിക്കുക, സറ്റയർ എന്നുള്ള വാക്കും റീസൺ, ലോജിക് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ഈ ഏജിൽ പിന്നെയും കേൾക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ സാമുവൽ ബട്ട്ലറിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ഈ കാണുന്ന ഫേമസ് ആസ് ദി ഓഥർ ഓഫ് ഹ്യൂഡിബ്രാസ്, വിച്ച് ഇസ് 1663 എഴുതിയ ഒരു മോക്ക് ഹീറോയിക് നെറേറ്റീവ് പോയം ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പോയം. ഇതൊരു പോയമാണ്, എന്താണ് ഒരു മോക്ക് ഹീറോയിക് നെറേറ്റീവ് പോയമാണ്. ഇറ്റ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ദ ഫസ്റ്റ് സറ്റയർ ടു മേക്ക് എ നോട്ടബിൾ ആൻഡ് സക്സസ്ഫുൾ അറ്റാക്ക് ഓൺ ദി ഐഡിയാസ് റാദർ ദാൻ പേഴ്സണാലിറ്റി. അപ്പോൾ ഒരു പ്രത്യേക ഒരു പേഴ്സണിനെ അറ്റാക്ക് അല്ല, ഒരു പ്രത്യേക ഒരു ഐഡിയനെ അറ്റാക്ക് ചെയ്തിട്ട് എഴുതിയേക്കുന്ന വർക്കാണ് എന്ത് ഹ്യൂഡിബ്രാസ്. ദ പോയം വാസ് പബ്ലിഷ്ഡ് ഇൻ 3 parts in 1663, 1664 and 1678. ഈ വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ വർക്കിൽ നിന്ന് എന്താണ് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ യു കെൻ നോട്ട് സ്കിപ്പ് ദിസ് വർക്ക്. ഇതിലുള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഹ്യൂഡിബ്രാസ് എന്നുള്ള വർക്ക് എന്താണ് ഈ പോയം 3 പ്രാവശ്യം അല്ലെങ്കിൽ 3 പാർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1663ലും 64ലും പിന്നെ 78ലും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെർവാന്റിലെ ഡോൺ ക്യൂട്ടോ അറിയാവുന്ന എനിക്ക് അറിയില്ല, പക്ഷെ ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് വർക്ക്. ഓക്കെ, ഡോൺ ക്യൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു. ഹിസ് നെയിം ഈസ് ആക്ച്വലി ഡിഫറെന്റ്. പക്ഷെ ആള് വിചാരിക്കുകയാണ് എനിക്കൊരു നൈറ്റ്. ആള് കുറെ കഥകളൊക്കെ വായിച്ചിട്ട് എന്താണ് നമ്മുടെ ഈ പണ്ട് റൊമാൻസ് കഥകളൊക്കെ വായിച്ചിട്ട് എവറി വൺ തിങ്സ് എന്താണ് നമ്മളും ഒരു റൊമാൻറ്റിക് മൂവിയിലുള്ള പോലെ ആളും കുറെ ഈ നൈറ്റ്സ് എന്ന് വെച്ചാൽ സോൾജിയേഴ്സ്. അപ്പൊ അവരുടെ പോലെ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു നൈറ്റ് ആവേണ്ടത്. അപ്പൊ ജോൺ ക്യൂട്ടോ എന്ന് പറഞ്ഞ ഈ ആള് എന്താണ് നൈറ്റ് ആയി മാറുകയാണ്. എന്നിട്ട് ആളുടെ അപ്പൊ ഒരു സ്ക്വയർ, നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സ്ക്വയർ. അപ്പൊ സ്ക്വയർ ആയിട്ടുള്ള എന്താണ് സാൻചോ പാൻസ എന്ന് പറഞ്ഞാണ് ആളുടെ സ്ക്വയർ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഒരു അഡ്വെഞ്ചർ സ്റ്റോറിയാണ് ഈ സെർവാന്റയില് ജോൺ ക്യൂട്ടോയിൽ ഉള്ളത്. ഈ ഒരു സെയിം ടെക്നീക്കാണ് നമ്മൾ ഹുഡിബ്രാസിലുള്ളത്.
ഹുഡിബ്രാസിലെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് ഹുഡിബ്രാസ്. ഓക്കെ, സർ ഹുഡിബ്രാസ് ആണ് മെയിൻ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ആളുടെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ കൊണ്ട് ആളൊരു അഡ്വെഞ്ചറിൽ പോവാണ്. ഈ സ്ക്വയറിന്റെ പേര് എന്താണ്? റാൽഫോ. ഓക്കെ ഓക്കെ, വിൽ ഗെറ്റ് ബാക്ക് ടു ദിസ്. അപ്പൊ ഈ പോയം 3 രീതിയിലാണ്, 3 പാർട്സിലാണ് പബ്ലിഷ് ചെയ്തത്. ഇതിന് ഇൻഫ്ലുവൻസ് ഏത് വർക്കിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് ആയത്? സെർവാന്റയുടെ ഡോൺ ക്യൂട്ടോ എന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയത്. ഇത് ഒക്ടോ സിലബിക് കപ്ലറ്റ്സിലാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇതിൽ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഡിബ്രാസ് ഒരു പ്രിസ്ബൈറ്റേറിയൻ നൈറ്റ് ആണ്. ഓക്കെ, ഒരു നൈറ്റ് ആണ്. പിന്നെ ആളുടെ സ്ക്വയർ ആണ് റാൽഫോ. ഇവർ രണ്ടുപേരും എന്താണ് ഓരോ അഡ്വെഞ്ചേഴ്സിൽ പോവാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്താണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് ആക്ച്വലി മോക്കിംഗ് ദിസ് നൈറ്റ്. ഈ നൈറ്റിനെ കളിയാക്കുകയാണ്. ഈ അഡ്വെഞ്ചറിൽ കൂടെ നൈറ്റ് സൂപ്പറാന്നല്ല പറയുന്നത്, നൈറ്റ് ഇങ്ങനെ ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ നൈറ്റ് ഇവർ പറയുന്ന പോലെ അത്രയും നല്ലതല്ല എന്നവരെ സറ്ററൈസ് ചെയ്യാണ് നമ്മുടെ സാമുവൽ ബട്ട്ലർ. Okay, they constantly squabble over religious questions and in a series of Gnostic adventures are shown to be ignorant, wrong-headed, cowardly and dishonest. Okay, ഇതൊക്കെയാണ് ആൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നൈറ്റ്ഹുഡും ഈ ഒരു പ്യൂരിറ്റിസം എന്താണ് അതിനെ മോക്ക് ചെയ്യാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്യൂരിറ്റിസത്തിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഹ്യുഡിബ്രാസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഈ വർക്ക് മാത്രം നന്നായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ദി എലിഫന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഫൂൾസ് സാമുവൽ ബട്ട്ലർ എഴുതിയതാണ്. ഓക്കെ, so Samuel Butler is done. Now we have to see John Evelyn. Okay, John Evelynന്റെ കയ്യിലൊരു ഡയറി പോലത്തെ ഒരു സാധനം ഉണ്ട് കയ്യിൽ, ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോ ജോൺ ഇവ്ലിൻ ആൻഡ് 2 names. ഓക്കെ, ജോൺ ഇവ്ലിൻ ആൻഡ് സാമുവൽ പിപ്സ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോൺ ഇവ്ലിനും സാമുവൽ പിപ്സും ഡയറിസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക്സ് അവർ കഥ പോലെ ബുക്ക് പോലെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്, അവര് ഡയറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ ഡയറിക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കാലഘട്ടത്തെ ഈ 17th സെഞ്ചുറിയിലെ കുറിച്ച് ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതവും പിന്നെ ആ കാലഘട്ടം നടന്ന അല്ലെങ്കിൽ 17th സെഞ്ചുറിയിലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. അത് കാരണം തന്നെ അവരുടെ ഡയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഈ 2 പേരുകൾ എന്താണ്, സാമുവൽ പിപ്സ് ആൻഡ് ജോൺ ഇവ്ലിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. ദേ ബോത്ത് ആർ ഡയറിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് റൈറ്റർ, ഗാർഡനർ. പിന്നെ ജോൺ ഇവ്ലിൻ ഒരു ഗാർഡനറും അങ്ങനത്തെ കുറെ വർക്ക്സും ആൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് റൈറ്റർ, ഗാർഡനർ ആൻഡ് ഡയറിസ്റ്റ് ആയിരുന്നു. ഹി ഹാസ് റിട്ടൺ ഓൺ ഫൈൻ ആർട്സ്, ഫോറസ്ട്രി ആൻഡ് റിലീജിയസ് ടോപ്പിക്സ്. അപ്പൊ ഒരു പ്രാവശ്യം നെറ്റിൽ ചോദ്യം ഇയാളുടെ ഒരു ഫോറസ്ട്രിന്റെ ഒരു വർക്കിൽ നിന്നാണ് ചോദ്യം വന്നത്. ഈ വർക്ക് ആരുടെ, അങ്ങനെ എന്തോ ചോദ്യം. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഫോറസ്ട്രീന്റെയും വർക്ക് നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ള ചോദ്യത്തിന് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ആൾക്കൊരു സ്കോപ്പ് ഇതിലും എഴുതാനുണ്ടായിരുന്നു, നിങ്ങളൊന്ന് ഓർത്താൽ മതി. പേര് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, ഡയറിയാണ് ഇമ്പോർട്ടന്റ്, അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഹിസ് ഡയറി kept all his life is considered an invaluable source of information on the social, cultural, religious and political life of 17th century England. Okay, very important. ആൾ എഴുതിയ ഡയറി ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചില വർക്ക്സ് ആയ ഡിസ്കോഴ്സ് ഓഫ് ഫോറസ്ട്രീസ്, ഈ വർക്ക് ആണ് ചോദിച്ചിരുന്നത്. കലൻഡ്രിയം ഹോട്ടൻസ് ആൻഡ് പൊമോന. ഓക്കെ, ഈ വർക്ക്സ് ഇമ്പോർട്ടന്റ് അല്ല, ഓർത്ത് വെക്കേണ്ടത് ഡയറിയാണ്. ഓക്കെ, സാമുവൽ പിപ്സിന്റെ ഒപ്പം നമ്മുടെ ജോൺ ഇവ്ലിനും എന്നാണ് ഓർത്ത് വെക്കുക, ഈവ്ലിൻ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും എന്താണ് കണ്ണിലുണ്ണിയായ വാട്ട് ഏജ് ഓഫ് ബ്രൈഡൻ. ദിസ് ഹാൻസം ലുക്കിംഗ് അല്ലെ, മുടിയൊക്കെ ഇങ്ങനെ പാറിയിരിക്കുന്നതാണ് നമ്മുടെ ജോൺ ഡ്രൈഡൻ. നമ്മളിപ്പോ 2 റൈറ്റേഴ്സിനെ ആരാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് സാമുവൽ ബട്ട്ലർ. സാമുവൽ ബട്ട്ലറിന്റെ എന്ത് വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ടെൽ മീ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഈവ്ലിനെയാണ് അല്ലെ? ഓക്കെ, now we'll be discussing John Dryden. This restoration age is also known as the age of Dryden. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈഡനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഈസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ലിറ്റററി ക്രിറ്റിക്. അത് കാരണം തന്നെ കുറെ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് ഡ്രൈഡനിൽ നിന്ന് എടുത്തുന്നത് അല്ലേ? ഓക്കെ, he was appointed as the first poet laureate of England in 1668. 1668 ഇംഗ്ലണ്ടിലെ തന്നെ ആദ്യത്തെ പോയറ്റ് ലിറ്ററേറ്റ് ആണ് നമ്മുടെ ജോൺ ഡ്രൈഡൻ. ഓക്കെ, സാമുവൽ ജോൺസൺ പറഞ്ഞത് ഡ്രൈഡനെ കുറിച്ച്, ഹി ഫൗണ്ട് ഇറ്റ് ബ്രിക്ക് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് മാർബിൾ അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബ്രിക്ക് ആയിട്ട് ആളുടെ കയ്യിലേക്ക് ഇട്ടിട്ട് ആള് മാർബിൾ ആയിട്ടാണ് അതിനെ തിരിച്ചു കൊടുക്കുന്നത്. ഇൻ ദ സെൻസ് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈഡൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഡ്രൈഡന്റെ വർക്ക്സ് നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്, പോയിട്രി, കവിതകൾ എഴുതിയിട്ടുണ്ട്, പ്ലേസ്,
ഓക്കെ. കവിതകളല്ലാതെ ഈ പ്ലേസ് എഴുതിയിട്ടുണ്ട് ആള്. പിന്നെ നമുക്ക് ക്രിറ്റിക്കൽ ആയിട്ടുള്ള വർക്ക്സും ഉണ്ട്. പിന്നെ ചില ട്രാൻസ്ലേഷൻസും ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 4 പോയംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയംസ് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ പോയംസ് ഇസ് വെരി ഈസി. ഹീറോയിക് സ്റ്റാൻസ, ആസ്ട്രിയ റിഡക്സ്, ടു ഹിസ് സീക്രട്ട് മാജസ്റ്റി, ടു ദി ഡച്ചസ് ഓഫ് യോർക്ക്. ഈ ആദ്യത്തെ വർക്ക്സിന്റെ ഇയർ ശ്രദ്ധിക്കുകയാണ് 1660. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാൾസ് രണ്ടാമൻ അങ്ങ് ത്രോണിലേക്ക് വന്നപ്പോ തന്നെ ഡ്രൈഡൻ എന്ത് ചെയ്തു? ചാൾസ് രണ്ടാമനെ സപ്പോർട്ട് ചെയ്യുന്ന പോയംസ് ഒക്കെ എഴുതി. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മള് മൊണാർക്ക് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന വർക്ക് എഴുതി കഴിഞ്ഞാൽ കിങ്ങിന് നമ്മളോട് ഒരു ഇഷ്ടം തോന്നില്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഹീറോയിക് സ്റ്റാൻസ് എന്ന് പറഞ്ഞ പോയം ഓൺ ദ ഡെത്ത് ഓഫ് ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെൽ മരിച്ചതിനെ കുറിച്ച് ഒരു കവിത എഴുതി. ആസ്ട്രിയ റിഡക്സ്, പോയം സെലിബ്രേറ്റിംഗ് ദ റെസ്റ്റോറേഷൻ ഓഫ് ചാൾസ് സെക്കൻഡ്. അല്ലെ, സന്തോഷമുണ്ട് ചാൾസ് സെക്കൻഡ് വന്നതിന്. ടു ഹിസ് സീക്രട്ട് മെജസ്റ്റി, പോയം അഡ്രസ്ഡ് ടു ചാൾസ് സെക്കൻഡ്. കണ്ടോ, ചാൾസ് സെക്കൻഡ് സന്തോഷിപ്പിക്കാനായിട്ട് നടക്കാണ്. പിന്നെ ടു ദി ഡച്ചസ് ഓഫ് യോർക്ക്, പോയം അഡ്രസ്ഡ് ടു ദി ഡച്ചസ് ഓഫ് യോർക്ക്. ഓക്കെ. Heroic stanza, Astrea Redux, to His Sacred Majesty, to the Duchess of York. Okay, okay. ഇനിയുള്ള വർക്കാണ് Annus Mirabilis, a poem celebrating English victories in the Second Anglo-Dutch War. ഈ കാലഘട്ടത്ത് എന്ത് സെൻസ് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്ത് കുറെ ആംഗ്ലോ ഡച്ച് വാറും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്കുണ്ടായ വിജയത്തിനെ കുറിച്ചുള്ള ഒരു കവിതയും ആൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വർക്കാണ് അബ്സലം ആൻഡ് അച്യുതഫെൽ. വെരി വെരി ഫേവറേറ്റ് എന്താണ് പോയം ഓഫ് UGC നെറ്റ്. കുറെ ക്വസ്റ്റ്യൻസ് അബ്സലം ആൻഡ് അച്യുതഫെലിന് വന്നിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു വൺ സജഷൻ. നിങ്ങൾ ഈ അബ്സലം ആൻഡ് അച്യുതഫെലിന്റെ പോയമിന്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് വീഡിയോ ഒന്ന് കാണാം. കൂടി വന്ന ഒരു 15 മിനിറ്റ് കൂടി വന്നാട്ടോ വരുവുള്ളൂ. പക്ഷെ ഇതിൽ ഒരു 100 ചോദ്യം അവർ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ ഞാൻ എന്താണ് കുറെ പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ വോണ്ട് യു, ഇറ്റ് വിൽ ഡു യു വെൽ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പോയത്തിന് ലൈൻ ബൈ ലൈൻ അനാലിസിസ് പഠിച്ചു വെക്കണം. കാരണം അവർ ചില ലൈൻസ് തന്നിട്ടുണ്ട് ഈ പോയത്തിന്റെ, എന്നിട്ട് ഇത് ഏത് പോയത്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നമുക്ക് ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ പോയം തന്നെ റീഡ് ചെയ്യണം. എനിക്ക് ഈ ക്ലാസ്സിൽ എല്ലാ പോയം ഒക്കെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കൊരു 3-4 മണിക്കൂറുടെ ക്ലാസ്സിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. ഓക്കെ. അപ്പൊ അത് കാരണം ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. പക്ഷെ ഐ ഇൻക്ലൂഡഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദിസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു സെറ്റൈറിക്കൽ ആയിട്ട് പോയമാണ് ഓൺ ദി മോൺമൗത്ത് റിബെലിയൻ അഗൈൻസ്റ്റ് ചാൾസ് സെക്കൻഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാൾസ് സെക്കൻഡ് ആക്ച്വലി കുറെ പിള്ളേരുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ എന്നല്ല, ആൾക്ക് കുറെ മിസ്ട്രസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മിസ്ട്രസിന്ന് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ഒരു കുട്ടിയായിരുന്നു വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരു ആൾക്ക് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ജെയിംസ് സ്കോട്ട്. അപ്പൊ ജെയിംസ് സ്കോട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളാണ് നമ്മുടെ ഏൾ ഓഫ്, ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട് ദിസ് വൺ, ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറി ആയിട്ടുള്ള ആന്റണി. അപ്പൊ ഈ ആന്റണി ഈ ജെയിംസിനോട് പറയാണ്, നീ അച്ഛന്റെ അടുത്തുനിന്ന്, അഫ്കോഴ്സ് ഇറ്റ്സ് ഫാദർ അല്ലേ, അപ്പൊ അച്ഛന്റെ അടുത്തുനിന്ന് എന്താണ് ഈ റെയിൻ എടുത്തോ, അല്ലെ, നീ ആ ത്രോണിൽ ഇരുന്നോ എന്ന് പറഞ്ഞിങ്ങനെ എന്താണ് ആളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഈ ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറി അങ്ങ് വിടുകയാണ്. അപ്പോ എന്നിട്ട് ഈ മോൻ അച്ഛന്റെ അടുത്ത് നിന്ന് ആക്ച്വലി ഒരു എന്താണ് ത്രോണിന് വേണ്ടിയിട്ട് ഒരു വഴക്കുണ്ടാവുകയാണ് അത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഡ്രൈഡൻ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ എന്തൊക്കെയാണ് കണ്ടംപററി നടക്കുന്നത് അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ അബ്സലം ആൻഡ് അച്യുതഫെൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ്, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു. അപ്പൊ ഈ പോയത്തില് ഈ നടന്ന ഈ ഒരു ഉണ്ടായിരുന്ന ഇതിനെ എന്താണ് മോൺമൗത്ത് റെബലിയൻ അല്ലെ, ഈ ജെയിംസ് മോൻ അച്ഛൻ്റെ അടുത്ത് നിന്നുള്ള ഈ ത്രോണിന് വേണ്ടിയുള്ള വഴക്കിനെ കുറിച്ച് ഒരു പോയത്തിൽ എഴുതി വെച്ചേക്കാണ്. ഓക്കെ, അതിനെ ഒരു കഥയിലെ രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് റെബലിയൻ ഓഫ് അബ്സലം അഗൈൻസ്റ്റ് ഹിസ് ഫാദർ കിങ് ഡേവിഡ്. അപ്പൊ പണ്ടെങ്ങാണ്ട് ഒരു മിത്ത് ഉണ്ട്. ആ മിത്ത് എന്തായിരുന്നു? ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന്റെ പേരാണ് ഡേവിഡ്. അപ്പൊ ഈ രാജാവിന്റെ അടുത്ത് നിന്ന് അബ്സലം എന്ന് പറഞ്ഞ ഒരാള് റെബലിയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ സ്റ്റോറി എടുത്തിട്ട് ആക്ച്വലി ഡ്രൈഡൻ ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ചാൾസ് രണ്ടാമനും ജെയിംസ് സ്കോട്ട് ഡ്യൂക്ക് ഓഫ് മൺമൗത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ജോൺ ഡ്രൈഡൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ പോയത്തിന് ഒരു സബ് ടൈറ്റിൽ ഉണ്ട്, അതാണ് എ പോയം. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വിചാരിച്ചില്ലേ വലിയ എന്തോ സംഭവമാണെന്ന്? പോയം എന്ന് മാത്രമാണ് ഇതിന്റെ സബ് ടൈറ്റിൽ. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്തു. അബ്സലം എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ജെയിംസ് സ്കോട്ടിനെയാണ്. കിങ് ഡേവിഡ് എന്ന് പറയുന്നത് ചാൾസ് രണ്ടാമനെയും. പിന്നെ ഈ അച്യുതഫെൽ എന്ന് പറയുന്നത് ആരാണ്? ആന്റണി ആഷ്ലി കൂപ്പർ, ദി ഏൽ ഓഫ് ഷാഫ്റ്റ്സ്ബറി. ഓക്കെ, ദിസ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഏതൊക്കെ പോയമാണ് ഇപ്പൊ പഠിച്ചത്? ഹീറോയിക് സ്റ്റാൻസ, ആസ്ട്രിയ റിഡക്സ്,
ടു ഹിസ് സീക്രട്ട് മാജസ്റ്റി ടു ദി ഡച്ചസ് ഓഫ് യോർക്ക്. നിങ്ങളുടെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ വർക്ക്സ് ഒക്കെ എഴുതി ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഡോണ്ട് വറി. ഓക്കെ. ഇനസ് മിറാബിലിസ്, അബ്സലം ആൻഡ് എച്ച്റ്റഫെൽ. പിന്നുള്ളത് ദ മെഡൽ, മാക് ഫ്ലെക്നോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തോമസ് ഷാഡ്വെൽ എന്ത് ചെയ്തു? നമ്മുടെ ഡ്രൈഡനെ കുറിച്ച് അങ്ങോട്ട് അങ്ങ് എഴുതി. ഡ്രൈഡന്റെ കൂട്ടുകാരനെ അങ്ങ് എഴുതി. അപ്പൊ ഡ്രൈഡൻ എന്ത് ചെയ്തു? ദേഷ്യം വന്നു. ഡ്രൈഡൻ തിരിച്ചൊരു സറ്റാരിക്കൽ പോയം എഴുതി ഷാഡ്വെലിന്റെ അഗേൻസ്റ്റ്. അതാണ് മാക് ഫ്ലെക്നോ. എപ്പോഴേലും ടൈം കിട്ടുകയാണെങ്കിൽ മാക് ഫ്ലെക്നോ ഒന്ന് വായിച്ചു നോക്കണം. നല്ല നല്ല ഫണ്ണിയാണ് കേട്ടോ, ചിരി വരും. പക്ഷെ തോമസ് ഷാഡ്വെലിന് അത്ര ചിരി വന്നില്ല ആ പോയം വായിച്ചിട്ട്. ഓക്കെ. ഓക്കെ. പിന്നെയാണ് ദ മെഡൽ. ഇറ്റ് ഇസ് എ സറ്റാരിക്കൽ പോയം അബൌട്ട് ദി മോൺമൗത്ത് റെബലിയൻ. അപ്പൊ ഈ മോൺമൗത്ത് റെബലിയനെ കുറിച്ച് തന്നെയാണ് ദ മെഡലും ഉള്ളത്. പിന്നെ മാക് ഫ്ലെക്നോ ഞാൻ പറഞ്ഞു. തോമസ് ഷാഡ്വെൽ വെരി ഇമ്പോർട്ടന്റ് നെയിം. ഓക്കെ. പിന്നെ റിലീജിയോ ലൈസി അല്ലെങ്കിൽ ലേമാൻസ് ഫെയ്ത്ത്. ഓക്കെ. ഈ റിലീജിയോ ലൈസിന്റെ വേറെ പേരാണ് ലേമാൻസ് ഫെയ്ത്ത്. ഈ വേറെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് പഠിച്ച് ഓർത്ത് വെക്കുക. കാരണം അവര് ചോദിക്കും റിലീജിയോ ലൈസിനെ കുറിച്ചുള്ള വാട്ട് ആർ ഓക്കെ, അവരിങ്ങനത്തെ ചോദ്യം എഴുതുക. വാട്ട് ഓൾ ഈസ് റൈറ്റ് അബൌട്ട് റിലീജിയോ ലേസി. അപ്പൊ അവർ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ പോയം റിട്ടൺ ബൈ ജോൺ ഡ്രൈഡൻ. സെക്കൻഡ് പോയിന്റ്, ദി അതർ നെയിം ഓഫ് ദിസ് പോയം ഈസ് എ ലേമൻസ് ഫെയ്ത്ത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഏയ് ലേമൻസ് ഫെയ്ത്ത് ഞാൻ പഠിച്ചിട്ടില്ല, അപ്പൊ അതില്ല. നിങ്ങളത് ക്രോസ് ചെയ്ത് വരും. ഓക്കെ. അപ്പൊ റിലീജിയോ ലേസി എന്ന് പറയുന്നത് എന്താണ്? റിലീജിയസ് പോയമാണ്. അപ്പൊ ഒരു നോർമൽ ആൻഡ് മനുഷ്യന്റെ വിശ്വാസം, അതാണ് ലേമൻസ് ഫെയ്ത്ത്. ഓക്കെ. പിന്നെ ഹൈൻഡ് ആൻഡ് ദ പാന്തർ. ശ്രദ്ധിക്കുക, ജോൺ ഡ്രൈഡന്റെ ഈ രണ്ട് വർക്ക്സ്, റിലീജിയോ ലേസി അല്ലെങ്കിൽ ദ ഹൈൻഡ് ആൻഡ് ദ പാന്തർ, കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ജോൺ ഡ്രൈഡന്റെ റിലീജിയസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് രണ്ടും ടിക്ക് ചെയ്യണം. ഓക്കെ. ഓക്കെ. എല്ലാം ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാത്തലിസം ആൻഡ് പ്രൊട്ടസ്റ്റന്റിസം ആണ് ഹൈൻഡ് ആൻഡ് പാന്തറിലുള്ളത്. പിന്നെയാണ് എ സോങ് ഓഫ് സെയിന്റ് സിസിലിയാസ് ഡേ. അപ്പൊ സെയിന്റ് സിസിലിയ ആരാണ്? അത് ആക്ച്വലി ഒരു റോമൻ ലേഡിയാണ്. ഒരു പ്രാവശ്യം ചോദ്യം വന്നായിരുന്നു റോമൻ ലേഡിയാണ് അമേരിക്കൻ ലേഡിയാണ്. അങ്ങനത്തെ ചോദ്യം വരെ UGC നെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സെയിന്റ് സിസിലിയ ഒരു റോമൻ ലേഡിയാണ്. ഇസ് ആൻ ഏർലി ക്രിസ്ത്യൻ മാർട്ടിയർ ആൻഡ് എ പേട്രൺ സെയിന്റ് ഓഫ് മ്യൂസിക്. ഓക്കെ. അപ്പൊ ഈ പോയം ആക്ച്വലി മ്യൂസിക്കിനെ കുറിച്ചുള്ള പോയമാണ്. ഇതിൽ സെയിന്റ് സിസീലിയ എന്നുള്ള ക്യാരക്ടർ ഒരു റോമൻ ലേഡി ആയിരുന്നു. ആൾക്ക് കവിതകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മള് ഈവൻ ഇൻ പബ്ലിക് സ്പേസിൽ ആൾക്ക് ഈ കവിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണർ ചെയ്ത ഒരു സെയിന്റ് ആണ്. പിന്നെ സെയിന്റ് സിസിലിയ ഡേ എന്ന് പറയുന്നത് November 22 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ പോയിന്റ്സ് ശ്രദ്ധിക്കുക, കാരണം ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ പോയവും 3 പാർട്സിലാണ് എഴുതി. സോറി, ഈ പോയം അല്ല, ഹൈൻഡ് ആൻഡ് പാന്തർ ആണ്. 3 പാർട്സ്. ഓക്കെ. പിന്നെ അലക്സാണ്ടേഴ്സ് ഫീസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയം സെലിബ്രേറ്റിംഗ് ദ പവർ ഓഫ് മ്യൂസിക്. ഓക്കെ. അലക്സാണ്ടറിന്റെ ഫീസ്റ്റ് നിങ്ങൾ ഓർക്കുക, നന്നായി ഫുഡ് കഴിക്കണം, നല്ല പാട്ടൊക്കെ കേട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഹിറ്റ് ആണ്. അപ്പൊ അതാണ് അലക്സാണ്ടർ ഫീസ്റ്റ്. പിന്നെ സെക്യുലർ മാസ്ക്, പോയം സെലിബ്രേറ്റിംഗ് ദി ടേൺ ഓഫ് സെഞ്ചുറി. ഓക്കെ. 1700 ആയില്ലേ? അപ്പോൾ ടേൺ ഓഫ് സെഞ്ചുറിനെ കുറിച്ച് ആള് പോയം എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മൾ ഇത്രയും നേരം ആരൊക്കെ വായിച്ചേ? നമ്മൾ സാമുവൽ ബട്ട്ലറിനെ വായിച്ചു അല്ലെ? സാമുവൽ ബട്ട്ലർ, ഹുഡിബ്രാസ് നമ്മൾ വായിച്ചു. സെർവാന്റൈന്റെ ഡോൺ ക്യോട്ടോ പോലെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ജോൺ ഇബ്ലിനെ വായിച്ചു, ഡയറിസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈഡനെ വായിച്ചു. ഡ്രൈഡന് നമ്മൾ പോയംസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഹീറോയിക് സ്റ്റാൻസ, കൊറോണേഷന്റെ മുമ്പേ ഒലിവർ ക്രോംവെൽ മരിച്ചു പോയതിന്റെ ഹീറോയിക് സ്റ്റാൻസയും, ആസ്ട്രേ റീഡക്സും, ടു ഹിസ് സീക്രട്ട് മാജസ്റ്റിയും, എന്താണ്, ചാൾസ് രണ്ടാമന്റെ. പിന്നെ ഡ്യൂക്ക് ഓഫ് യോർക്കിന് വേണ്ടിയിട്ടും ഡച്ചസ് ഓഫ് യോർക്കിന് വേണ്ടിയിട്ടും ആൾ എഴുതിയിട്ടുണ്ട്. ഏനസ് മിറാബിലസ് വിക്ടറി, നമ്മുടെ ആംഗ്ലോ ഡച്ച് വാറിൽ ഉണ്ടായത്. അബ്സലം ആൻഡ് അച്യൂറ്റഫെൽ, ജെയിംസ്, കിങ് ഡേവിഡ്, അതൊക്കെ ഓർക്കുക. ഓക്കെ. പിന്നെ മെഡൽ, മോൺമൗത്ത് റെബലിയനെ കുറിച്ചാണെങ്കിൽ മാക് ഫ്ലെക്നോ, ഷാഡ്വെലിനെ കുറിച്ചിട്ടാണ്. പിന്നെ റിലീജിയോ ലേസി ആൻഡ് ഹൈൻഡ് ആൻഡ് ദ പാന്തർ. ഹൈൻഡ് ആൻഡ് ദ പാന്തർ 3 പാർട്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും റിലീജിയസ് വർക്ക്സ് ആണ്. സെയിന്റ് സിസിലി ഡേ എന്നാണ് 22nd November. ഓക്കെ. ക്ലിയർ ആണ്? അലക്സാണ്ടർ ഫീസ്റ്റ് നല്ല ഫീസ്റ്റ് ആണെങ്കിൽ നല്ല പാട്ട് വേണം. ഓക്കെ. ഇങ്ങനെയാണ് പ്ലേസ്. ഈ പ്ലേസ് വൈൽഡ് ഗാലന്റ്, ഈ പ്ലേസിന്റെ ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. പ്ലേസിൽ അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ഫോർ ലവ്, ഔറംഗസേബ്. ഓക്കെ. ചിലപ്പോൾ ഔറംഗസേബ് ദ മൈറ്റി എന്നൊക്കെ വന്ന് ചോദ്യം വരും. നിങ്ങളത് ക്രോസ് ചെയ്യണം. ഔറംഗസേബ് മാത്രമാണ് കേട്ടോ നമ്മുടെ റൈഡർ എഴുതിയേക്കുന്നത്. മൈറ്റിയിലുള്ള വർക്കൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ. ഓൾ ഫോർ ലവിന്റെ വേറെ പേരാണ് വേൾഡ് വെൽ ലോസ്. ഓർത്ത് വെക്കുക. 2 പേരുള്ളതൊക്കെ ഓർത്ത് വെക്കണം. ഈ ഓൾ ഫോർ ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഷേക്സ്പിയറിന്റെ അപ്പൊ ആന്റണി ആൻഡ് ക്ലിയോപാട്രയുടെ വർക്കിന്റെ ഒരു ഇമിറ്റേഷൻ ആണ് അല്ലെ? അവരുടെ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അവരുടെ ആ ലവ് സ്റ്റോറിന്റെ ഇമിറ്റേഷൻ ആയിട്ട് ഡ്രൈഡൻ എഴുതിയൊരു ലവ് സ്റ്റോറിയാണ് എന്ത്? ഓൾ ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടി എല്ലാം. ഇനി ഇഡിപ്പസ്,
ആൻഡ് ട്രോളിസ് ആൻഡ് ക്രിസിഡ, ദ സ്പാനിഷ് ഫെയർ, ഡ്യൂക്ക് ഓഫ് ഗ്യൂസ്. ഓക്കെ, ഈ വർക്ക്സിന്റെ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചൊന്നും ഈ വർക്ക്സിന് വന്നിട്ടില്ല, പക്ഷെ വന്നേക്കുന്ന ഓൾ ഫോർ ലവ് നിങ്ങൾ ഓർത്ത് വെക്കുക. എവിടുന്നാണ് അഡാപ്റ്റ് ചെയ്തതെന്നുള്ള ചോദ്യം വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ ക്ലാസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്രിറ്റിസിസം ആൻഡ് ട്രാൻസ്ലേഷൻ വർക്ക്സ്. എൻ എസ് ഓഫ് ഡ്രമാറ്റിക് പോയസി 100 വട്ടം ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. 1668 നിങ്ങൾ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ പഠിക്കും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഈ എസ് ഓഫ് ഡ്രമാറ്റിക് പോയസിൽ 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, യൂജീനിയസ്, ക്രൈറ്റ്സ്, ലിസീഡിയസ് ആൻഡ് നമ്മുടെ നിയാൻഡർ വിച്ച് ഇസ് ഡ്രൈഡൻ ഹിംസെൽഫ്. ഓക്കെ, ആരൊക്കെയാണ്? യൂജീനിയസ്, ഓക്കെ, യൂജീനിയസ്, ക്രൈറ്റ്സ്, ലിസീഡിയസ് ആൻഡ് നിയാൻഡർ. ഓക്കെ, അതിൽ യൂജീനിയസ് പറയുന്നത് മോഡേൺ ഡ്രാമയാണ് പണ്ടത്തെ കാര്യങ്ങളെക്കാട്ടിലും നല്ലതെന്നാണ് നമ്മുടെ യൂജീനിയസ്. അവൻ ജീനിയസ് ആണ് കേട്ടോ. അവൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്, പണ്ടത്തെ ഒന്നും അത്ര രസമില്ല. പക്ഷെ ക്രൈറ്റ്സ് പറയാണ് പണ്ടത്തെയാണ് ബെസ്റ്റ് എന്ന ആള് പറയാണ്. പക്ഷെ ലിസീഡിയസ് പറയാണ് നമുക്കറിയാം ആ പേരിൽ തന്നെ ഒരു രസമില്ല. ആ ഫ്രഞ്ച് ലിറ്ററേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇംഗ്ലണ്ടിലെ ലിറ്ററേച്ചറിനേക്കാളും നല്ലത് എന്താണ്? ഫ്രഞ്ച് എന്നാണ് പറയുന്നത്. പക്ഷെ നിയാൻഡർ പറയാണ് നമ്മുടെ ഡ്രൈഡൻ സ്വന്തം മോഡേൺ ഡ്രാമയാണ്. മോഡേൺ ഡ്രാമ അല്ലെങ്കിൽ മോഡേൺ ഡ്രാമയിൽ വന്ന ട്രാജിക് കോമഡി ഒക്കെയാണ് ഏറ്റവും നല്ലതെന്ന് ആര് പറയാണ്? ഡ്രൈഡൻ പറയാണ്. അപ്പൊ നമുക്കറിയാം ഫ്രഞ്ചും ഇംഗ്ലീഷ് തിയേറ്ററിന്റെ തമ്മിൽ ഒരു ഡിഫറൻസും പിന്നെ മോഡേൺ ആണോ ഏൻഷ്യന്റ് ആണോ നല്ലെന്നുള്ളൊരു ടോക്ക് ഒക്കെയാണ് ഇതിലുള്ളത്. എന്ത്? എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി. ഓക്കെ ഓക്കെ, ക്ലിയർ. പിന്നെ നെക്സ്റ്റ് വർക്ക് ആണ് ഡിസ്കോഴ്സ് കൺസേണിങ് സറ്റയർ. സറ്റയറിനെ കുറിച്ചുള്ള ഒരു വർക്ക് ആണത്. ഈ വർക്കിലാണ് ജോൺ ഡൺ ഇൻ ഹിസ് പോയട്രി എഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഡിസ്കോഴ്സ് കൺസേണിങ് സറ്റയറിലാണ് ജോൺ ഡൺ ഇൻ ഹിസ് പോയട്രി എഫക്ട്സ് മെറ്റാഫിസിക്സ് എന്ന് നമ്മുടെ ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേർജിലും ചോസർ എന്നൊക്കെ നമ്മുടെ റൈറ്റേഴ്സിന്റെ ഗുഡ് ട്രാൻസ്ലേഷൻസ്, ഈ വെർജിൽ ഈനിയാഡൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഡ്രൈഡൻ. ഓക്കെ, അപ്പൊ നമ്മൾ പോയിംസ് പഠിച്ചു, പ്ലേസ് പഠിച്ചു. പോയിംസിന്റെ പിന്നെ നിങ്ങൾക്ക് പേര് ഓർമ്മയുണ്ട് അല്ലേ? പിന്നെ പ്ലേസിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പോയിംസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാക് ഫ്ലെക്നോ ലൈൻ ബൈ ലൈൻ ഒന്ന് വായിക്കുക. പിന്നെ ഈ സോങ് ഫോർ സിലിയാസ് ഡേ, ഈ റിലീജിയോ ലീമെൻസ് ഫെയ്ത്ത്, ഹൈൻഡ് ആൻഡ് പൈത്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നമുക്ക് പോയം ലൈൻ ബൈ ലൈൻ യുനോ എടുക്കാൻ പറ്റില്ല ക്ലാസ്സിൽ, പക്ഷെ ഐ ടോൾഡ് യു. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ അത് ഓർത്ത് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇടും. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലായിരിക്കും അതിന്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നൗ ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ഡ്രൈഡൻ, വീൽ എന്താണ് പെട്ടെന്ന് നമ്മൾ പോകും. സാമുവൽ പെപ്സ് നമ്മൾ കുറച്ചു മുമ്പേ ജോൺ ഇവ്ലിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡയറിസ്റ്റ് ആണ്. ഓക്കെ, കണ്ടോ ഇപ്പൊ എന്തോ കുറിപ്പ് കയ്യില് ഫോട്ടോയിൽ വരെ കുറിപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈസ് എൻ ഇംഗ്ലീഷ് ഡയറിസ്റ്റ് ആൻഡ് നേവൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നേവൽ കപ്പലിലൊക്കെ പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറെ സ്ഥലങ്ങളിൽ പോയൊക്കെ ഉള്ള ഒരു കൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, സെലിബ്രിറ്റീസ് ഫോർ ഹിസ് ഡയറി. ഓക്കെ, ഡയറി ഓഫ് സാമുവൽ പെപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സാമുവൽ പെപ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഡേറ്റ്സ് ഓർത്ത് വെക്കുക. ന്യൂ ഇയറിൽ തുടങ്ങി ഈ ഇയർ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറേഷൻ ഏജിന്റെ ഇയർ എന്നാണ് 1660 തൊട്ട് 1700. അപ്പൊ അത്രയും നാളത്തെ ഒരു വർക്കാണ് സാമുവൽ പെപ്സ് ചെയ്തത്. പിന്നെ സാമുവൽ പെപ്സിന്റെ ഈ വർക്കിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റ് നോക്കൂ. റെക്കോർഡ് ഓഫ് കണ്ടംപററി ഇവന്റ്സ് വിച്ച് ഇസ് കൊറോണേഷൻ ഓഫ് കിങ് ചാൾസ് സെക്കൻഡ്, പ്ലേഗ് ഇൻ ലണ്ടൻ ആൻഡ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ. അപ്പൊ ഇതിനെയൊക്കെ ആള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആളുടെ വർക്കിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡയറി ഇമ്പോർട്ടന്റ്. അല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ നടന്നു പോയി അവിടെ ഞാൻ വീണു അങ്ങനത്തെ കാര്യങ്ങളല്ല ആൾ എഴുതി വെച്ചേക്കുന്നത്. ആളുടെ കഥകളും എന്ന് വെച്ചാൽ ആളുടെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒപ്പം തന്നെ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടംപററി ഇവന്റ്സ് ആണ് ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുടെ ഡയറി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ പിപ്സിന്റെ ഡയറിയിൽ ഏതൊക്കെ മേജർ ഇവന്റ്സ് ആണ് നോട്ട് ചെയ്തേക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അതൊക്കെ ആൾ എഴുതിയിട്ടുണ്ടാവും, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോ ന്യൂ ഇയർ ഡേ ജനുവരി 1 1660 തൊട്ട് മെയ് 31 1669 വരെയാണ് ഈ എന്താണ് ഡയറി ഉള്ളത്. ഓക്കെ, ചിലപ്പോ ഇങ്ങനെ ചോദിക്കും ഏത് ദിവസങ്ങൾ തൊട്ടാണ് കേട്ടോ. അപ്പൊ ന്യൂ ഇയർ ഡേ ചിലപ്പോൾ ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ എഴുതിയപ്പോൾ നിങ്ങൾ ചിൽഡ്രൻസ് ഡേ ടിക്ക് ചെയ്യരുത്. ഓക്കെ ഓക്കെ ക്ലാസ്, ഗുഡ്. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് തോമസ് റൈമർ. ഓക്കെ, ഈ പാവ പിടിച്ചു നിൽക്കുന്ന ക്ലിയർ അല്ലാത്ത ഫോട്ടോയില്
എന്താണ് അങ്കിളാണ് നമ്മുടെ തോമസ് റൈമർ. തോമസ് റൈമറിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഈ വേർഡ് കോയിൻ ചെയ്തത് തോമസ് റൈമർ ആണ്. ആളുടെ ഒരു വർക്ക് ഉണ്ട്, ദ ട്രാജഡീസ് ഓഫ് ദ ലാസ്റ്റ് ഏജ് കൺസിഡേർഡ്. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് ഏജ് കൺസിഡർ ട്രാജഡീസ് ഓഫ് ലാസ്റ്റ് ഏജ് കൺസിഡേഴ്സിൽ ഈ പോയറ്റിക് ജസ്റ്റിസ് എന്താന്ന് പറയാണ്. അപ്പൊ എന്താണ് ശരിക്കും ഈ പോയറ്റിക് ജസ്റ്റിസ്? പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ, ഓക്കെ, നമ്മുടെ വർക്കിലുള്ള ഒരു ക്യാരക്ടർ ഒരു എന്താണ് ഈസ് എ ബാഡ് ക്യാരക്ടർ അല്ലെ, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിന് അതിന് ഉള്ള കൃത്യമായിട്ടുള്ള എന്താണ് പനിഷ്മെന്റ് കൊടുക്കണം. അതാണ് പോയറ്റിക് ജസ്റ്റിസ്. റൈമർ intends by the term poetic justice to imply the distribution of earthly rewards and punishment in proportion to the virtue or vice of various characters. അപ്പൊ എങ്ങനെയാണോ ക്യാരക്ടർ നല്ലതാണെങ്കിൽ അവർക്ക് നല്ലത് കൊടുക്കൂ, എന്താണ് മോശമാണെങ്കിൽ അവർക്ക് മോശം കൊടുക്കൂ എന്നാണ് പോയറ്റിക് ജസ്റ്റിസ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ എന്താണ് ലിറ്റററി വർക്ക് ടു ബി ഗവേൺ ബൈ ഡെക്കറം ആൻഡ് മൊറാലിറ്റി. പിന്നെ ഒരു ലിറ്റററി വർക്കിൽ ഒരു മൊറാലിറ്റി വേണം. അതല്ല ഏറ്റവും എന്താണ് വില്ലൻ ക്യാരക്ടറിന് എല്ലാം കൊടുക്കുന്നു. ഓക്കെ, സൊസൈറ്റിയിൽ അങ്ങനെയാണ് നടക്കുന്നത്. റൈമർ ഉദ്ദേശിച്ചത് അതിൽ ജസ്റ്റിസ് കൊടുക്കണമെന്നാണ്. ഏത് വർക്കിലായിരുന്നു ആൾ എന്താണ് കോയിൻ ചെയ്തത് നിങ്ങൾ ഓർത്തു വെക്കണം. പോയറ്റിക് ജസ്റ്റിസ്, ദ ട്രാജഡീസ് ഓഫ് ലാസ്റ്റ് ഏജ് കൺസിഡേർഡ്. ഓക്കെ, ഇതാണ് വർക്ക്. പിന്നെ ആളുടെ 3-4 വർക്ക്സും കൂടി ഉണ്ട്. എഡ്ഗർ ഓർ ദി ഇംഗ്ലീഷ് മൊനാർക്ക്, എ ഷോർട്ട് വ്യൂ ഓഫ് ട്രാജഡി, ഫിയോഡോറ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ 4 വർക്ക്സ് ഓർത്തൊക്കെ. ട്രാജഡീസ് ഓഫ് ലാസ്റ്റ് ഏജിലാണ് നമ്മൾ പോയറ്റിക് ജസ്റ്റിസ് പഠിച്ചത്. പിന്നെ ദി ഇംഗ്ലീഷ് മൊനാർക്ക്, പിന്നെ ദ ഷോർട്ട് വ്യൂ ഓഫ് ട്രാജഡി അല്ലെ, പിന്നെ ട്രാജഡി ആയി. അപ്പൊ ട്രാജഡി ലാസ്റ്റ് ഏജിൽ ട്രാജഡി കണ്ടപ്പോ എന്ത് സംഭവിച്ചു? ഒരു ഇംഗ്ലീഷ് രാജാവ് വന്ന, അതായിരുന്നു ലാസ്റ്റ്. എന്താണ് ഇതൊരു, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ദ ട്രാജഡി ഓഫ് ലാസ്റ്റ് ഏജ്. ഓക്കെ, ലാസ്റ്റ് ഏജിൽ ഒരു ട്രാജഡി ഉണ്ടായി. അതെന്തായിരുന്നു? ഒരു എന്താണ് ഇംഗ്ലീഷ് മോണാർക്ക് തന്നെ നമ്മുടെ വന്നു. ആരായിരുന്നു ആ മോണാർക്ക്? ഇംഗ്ലീഷ് ജെയിംസ് സെക്കൻഡ്. കാരണം അവനെ മാറ്റേണ്ടി വന്നു. അപ്പൊ അവന്റെ ആ 3 വർഷം എന്താണ് ഷോർട്ട് വ്യൂ ഓഫ് ട്രാജഡിയാണ്. കുട്ടി സമയം ആള് കണ്ടുള്ളൂ. പിന്നെ ഫിയോഡറ, അത് നിങ്ങൾ എങ്ങനെയും ആഡ് ചെയ്യുക, ഈ കഥയിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ തോമസ് റൈമർ പോയറ്റിക് ജസ്റ്റിസ് വെരി ഇമ്പോർട്ടന്റ്, ദ ട്രാജഡീസ് ഓഫ് ലാസ്റ്റ് ഏജ് കൺസിഡേർഡിലാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഏജ് കൺസിഡേർഡ് കഴിഞ്ഞിട്ട് ദ ഇംഗ്ലീഷ് മൊനാർക്ക്, പിന്നെ ഷോർട്ട് വ്യൂ ഓഫ് ട്രാജഡി, ഫിയോഡറ. ഓക്കെ, തോമസ് റൈമർ കഴിഞ്ഞു. നമ്മൾ ആരൊക്കെ ഡിസ്കസ് ചെയ്തു? സാമുവൽ ബട്ട്ലർ, പിന്നെ ജോൺ ഈവ്ലിൻ, പിന്നെ സാമുവൽ പെപ്സ്, ജോൺ ഡ്രൈഡൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് തോമസ് റൈമർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ വിൽമന്റ്. ഓക്കെ, ജോൺ വിൽമന്റ് ആക്ച്വലി ഹി വാസ് എ ഡ്യൂക്ക്. ഓക്കെ, ഹി വാസ് ഓൾസോ ഡ്യൂക്ക്. ഓക്കെ, അപ്പൊ ഒരു പോയറ്റ് ആയിരുന്നു, ഒരു കോർട്ടിയർ ആയിരുന്നു, പിന്നെ ലിബർറ്റിൻ. ലിബർറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് നല്ല സെറ്റ് ആയിട്ട് ജീവിക്കണം എന്ന് വിശ്വസിക്കുന്നത്, എന്ന് വെച്ചാൽ നല്ല നല്ല എന്താണ് ഓപ്പൺ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ലിബർറ്റിൻ. ഓക്കെ, സോറി, ജോൺ വിൽമറ്റ്. നല്ല ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ പാറി പറന്ന് നടക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിച്ചിരുന്നതാണ് നമ്മുടെ ജോൺ വിൽമട്ട്. ഓക്കെ, ആളുടെ വർക്ക്സ് ആയിട്ടുള്ള പോയംസ്, സെറ്റയർ അഗേൻസ്റ്റ് മാൻകൈൻഡ്, സെറ്റയർ അഗേൻസ്റ്റ് റീസൺ ആൻഡ് മാൻകൈൻഡ്, പിന്നെ ലെറ്റർ ഫ്രം ഏൾ ഓഫ്, ഈ സ്ഥലത്ത് ഏൾ ആയിരുന്നു കേട്ടോ, റോച്ചെസ്റ്റർ ടു ദി ഏൾ ഓഫ് മൾഗ്രേവ്. ഓക്കെ, സെറ്റയറിക്കൽ ലെറ്റർ. ആളുടെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഈ വർക്ക്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ജോൺ വിൽമട്ടിന്റെ വർക്ക്സ് ഏതാണെന്നുള്ള ചോദ്യം ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഓൾ വർക്ക്സ് ഏതൊക്കെയാണ്. ജോൺ വിൽമട്ട് പോയം എഴുതിയിട്ടുണ്ട്. ആ പോയത്തില് എങ്ങനെ ഓർത്ത് വെക്കുക? പോയംസ്. ഓക്കെ, സറ്റയർ അഗേൻസ്റ്റ് മാൻകൈൻഡ്. ഓക്കെ, അപ്പൊ പോയം എന്താണ്? ഒരു സറ്റയർ ആയിരുന്നു. ഓക്കെ, മാൻകൈൻഡ് എന്താണ് ഓൺ മാൻകൈൻഡ് ഇറ്റ് വാസ് എ സറ്റയർ. പിന്നെ ഈ പോയം ആൾ ആർക്ക് അയച്ചു കൊടുത്തു? ഏൾ ഓഫ് മൾഗ്രേവ്. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ പോയം എഴുതി, പോയം വാസ് ഓൺ സറ്റയർ അഗേൻസ്റ്റ് റീസൺ ആൻഡ് മാൻകൈൻഡ്. പിന്നെ അതാള് ഏൾ ഓഫ് മൾഗ്രേവിന് കൊടുത്തുവിട്ടു. 3 വർക്ക്സ് ഓർമ്മയുണ്ടോ? ജോൺ വിൽമൺ പോയംസ് എഴുതി സറ്റയർ ഓഫ് മാൻകൈൻഡ്. ഓക്കെ, റീസൺ ആൻഡ് മാൻകൈൻഡ്. പിന്നെ അത് ഏൾ ഓഫ് മൾഗ്രേവിന് കൊടുത്തുവിട്ടു. ഇത് അത്രയും നല്ലൊരു എനിക്കറിയാം നല്ലൊരു ഷോർട്ട് ഫോം അല്ലെങ്കിലും ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു, ഓക്കെ. നിങ്ങൾക്ക് ഇത് കൊണ്ട് ഓർമ്മ വരുന്നില്ലെങ്കിൽ പുതിയ വേറെ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇസ് ജെർമി. എന്താണ്? ജെർമി കോലിയർ. ഓക്കെ, ജെർമി കോലിയറിന്റെ ഹി വാസ് ആക്ച്വലി ബിഷപ്പ്. ഹി വാസ് ഓൾസോ നോൺ ജൂറർ. നോൺ ജൂറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം മൂന്നാമത്തെയും മേരി രണ്ടാമത്തെയും എന്താണ് ജെയിംസ് സെക്കൻഡിനെ മാറ്റി വന്നപ്പോ എന്താണ് ഈ നോൺ ജൂറേഴ്സ് അവരുടെ അലീജിയൻസ് പറഞ്ഞില്ല, അവര് സപ്പോർട്ട് അല്ലായിരുന്നു.
അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നോൺ ജൂറേഴ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലോജി ഹു റിഫ്യൂസ് ടു ടേക്ക് ഓത്ത്സ് ഓഫ് അലീജിയൻസ് ടു വില്യം തേർഡ് ആൻഡ് മേരി സെക്കൻഡ് ഇൻ 1689 ആൻഡ് ഹു സെറ്റപ്പ് അവരവരോട് ചോദിച്ച് സെറ്റപ്പ് ചെയ്തു. ഒരു ഓഥർ ആയിരുന്നു, ഒരു ബിഷപ്പും ആയിരുന്നു, ഒരു നോൺ ജൂറർ ആയിരുന്നു. ആര്? ജെർമി കോലിയർ. ആളുടെ വർക്ക്സ് ആണ് എസ്സേസ് അപ്പോൺ സെവറൽ മോറൽ സബ്ജക്ട്സ്, a short view of the morality and profaneness of English stage. Very, very, very important. Okay, ഈ വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. A short view of the immortality. Okay, ഈ ഷോർട്ട് വ്യൂ, നമ്മൾ കുറച്ചു മുമ്പ് ഷോർട്ട് വ്യൂ ഓഫ് എന്താണ് ട്രാജഡി വായിച്ചില്ലേ? എന്തിലായിരുന്നു? ഇപ്പൊ ഒരു സെക്കൻഡ് മുമ്പേ നമ്മൾ തീർത്തു. യെസ്, അപ്പൊ അതേപോലെ തന്നെ ഷോർട്ട് വ്യൂ ഓഫ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് പ്രൊഫീനസ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റേജ് എന്നുള്ളൊരു വർക്ക് ജോമി കോലിയർ എഴുതിയായിരുന്നു. ഇതില് ചില റെസ്റ്റോറേഷൻ ഡ്രാമാറ്റിസ്റ്റ് ആയ ജോൺ ഡ്രൈഡൻ, വില്യം കോൺഗ്രീവ്, ജോൺ വാൻബ്ര, ഓക്കെ, തോമസ് ഡ്യുഫ്രെ, പിന്നെ വില്യം വിച്ചേർലിനെ എന്ത് ചെയ്യാണ്? അവരെയൊക്കെ വിമർശിക്കുകയാണ്. അവരോട് പറയാണ്, നിങ്ങൾ ഈ ഇൻഡീസൻസി അല്ല, ഇൻഡീസെന്റ് ലാംഗ്വേജ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ലാംഗ്വേജ്, പിന്നെ അബ്യൂസിങ് ദ ക്ലർജി അല്ലെ, പബ്ലിക് മൊറാലിറ്റിനെയൊക്കെ താത്തി കെട്ടി എഴുതുന്നതൊന്നും ശരിയല്ല. ആ രീതിക്കാണ് നമ്മുടെ ജെർമി കോലിയർ. വെരി വെരി ഇമ്പോർട്ടന്റ് വർക്ക്. ഓക്കെ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എ ഷോർട്ട് വ്യൂ ഓഫ് ദി ഇമ്മോർട്ടാലിറ്റി ആൻഡ് ദ പ്രൊഫെയിൻനെസ്. ഓക്കെ, പ്രൊഫെയിൻനെസ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റേജ്. ആരെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ്, അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? വില്യം വിച്ചേർലി, വില്യം കോൺഗ്രീവ്. രണ്ട് വില്യം വിച്ചേർലി, വില്യം കോൺഗ്രീവ്. ഡ്രാമാറ്റിസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഈ പേരൊക്കെ പഠിക്കും കേട്ടോ. പിന്നെ ജോൺ ഡ്രൈഡനും പിന്നെ തോമസ് ഡ്യൂഫ്രൈ. ഓക്കെ, ഡ്യൂഫ്രേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വർക്ക് ആണ് ദ ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ജോഗ്രാഫിക്കൽ ഗൈനക്കോളജിക്കൽ അല്ല, ജീനിയോളജിക്കൽ ആൻഡ് പോയറ്റിക്കൽ ഡിക്ഷണറി. ഓക്കെ, ആള് എഴുതിയിട്ടുള്ള വർക്കാണ്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ദി എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനും നമ്മുടെ ജെർമി കോലിയർ എഴുതിയിട്ടുള്ളതാണ്. Okay, last writer of the day that we have to study is William Dampier. Okay, വില്യം ഡാംപിയർ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നോട്ട് എ വെരി ഇമ്പോർട്ടന്റ് റൈറ്റർ, ജസ്റ്റ് ആള് കുറെ വോയേജസ്. ഈ വില്യം ഡാംപിയർ, ഓക്കെ, ഡാംപ് എന്ന് വെച്ചാൽ എന്താ? നനഞ്ഞിരിക്കുക. അപ്പൊ കുറെ വോയേജസിന് പോയൊരു ഓക്കെ, ഒരു ഷിപ്പിലൊക്കെ പോയി നനഞ്ഞൊക്കെ ഇരിക്കുന്ന എനിക്കറിയാം. നല്ലൊരു ഓർമ്മിക്കാനുള്ള ഒരു അക്രനം അല്ല, പക്ഷെ ഓർത്ത് വെക്കുക. വില്യം ഡാംപിയർ ഹൂസ് എന്താണ്, ഒരു സെയിലർ കൂടിയായിരുന്നു, പൈററ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് എന്തൊക്കെയോ കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് ഇയാള്. Okay, about English explorer, navigator and naturalist. Okay, he became the first Englishman to explore parts of Australia and New Guinea എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. ആള് പണ്ട് എത്ര നാള് മുമ്പെയാ. പിന്നെ നമ്മുടെ ലോകത്തിനെ തന്നെ 3 പ്രാവശ്യം ചുറ്റിയ ഒരാളാണ് വില്യം ഡാംപിയർ. ആളുടെ വർക്ക്സ് അപ്പൊ ആ രീതിയിൽ കുറെ വോയേജസിനെ കുറിച്ചൊക്കെ ഉള്ള വർക്ക്സ് ആട്ടോ. എ ന്യൂ വോയേജ് റൗണ്ട് ദി വേൾഡ്, ഓക്കെ, വോയേജസ് ആൻഡ് ഡിസ്കവറി, ഓക്കെ, പിന്നെ ഡിസ്കോഴ്സ് ഓഫ് വിൻസ്, എ വോയേജ് ടു ന്യൂ ഹോളണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, കുറെ വോയേജസിന്റെ പേരുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും കൂടി റൈറ്റേഴ്സിനെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. സാമുവൽ ബട്ട്ലർ, ജോൺ ഇവ്ലിൻ. സാമുവൽ ബട്ട്ലറിനെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മളിപ്പോ കുറച്ചു ബി കണ്ട അങ്കിളിനെ എന്താ നമ്മൾ പഠിച്ചത്? ടെൽമി ദിസ് മാൻ. നമ്മൾ ഹുഡിബ്രാസ് ആണ് പഠിച്ചത് അല്ലെ? ആളൊരു എന്താണ് വർക്ക് എഴുതിയതാണ്. ഓക്കെ, സെർവാന്റിന്, ഡോൺ ക്യൂട്ട് പോലെ. പിന്നെ ജോൺ ഇവ്ലിൻ ആൻഡ് സാമുവൽ പിപ്സ് എന്താണ്? ഡയറിസ്റ്റ് ആണ് അല്ലെ? വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ജോൺ ഡ്രൈഡന്റെ നമ്മൾ കണ്ടു, പോയിംസ് കണ്ടു, പിന്നെ നമ്മൾ പ്ലേസ് കണ്ടു, ട്രാൻസ്ലേഷൻസ് കണ്ടു, ക്രിറ്റിസിസം അല്ലെ, എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയസി ഒക്കെ കണ്ടില്ലേ? ഓക്കെ, തോമസ് റൈമർ പോയറ്റിക് എന്താണ് ഡിക്ഷൻ, പോയറ്റിക് ജസ്റ്റിസ് എഴുതിയത്. പിന്നെ ജോൺ വിൽമണ്ട്, ജെർമി കോലിയർ ആണ് നമ്മളിപ്പോ കുറച്ചു മുമ്പേ കണ്ട ഒരാള്. പിന്നെ വില്യം ഡാംപിയറുടെ നമ്മളിപ്പോ സർക്കം നാവിഗേറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ ക്ലാസ്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് നിങ്ങൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ഇത് ഡ്രൈഡൻ മാത്രമാണ് നിങ്ങളൊന്ന് കാര്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. ബാക്കി എവ്രി വൺ എന്താണ് ഓക്കെ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ആദ്യം വെക്കേണ്ടത്. അപ്പോഴല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചു നോക്കെ വരുള്ളൂ. ഓക്കെ, റെസ്റ്റോറേഷൻ കോമഡി മാർക്സ് ദ റെസ്റ്റോറേഷൻ ഓഫ്. റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്നത് എന്തിന്റെ റെസ്റ്റോറേഷൻ ആയിരുന്നു? വുമൻസ് റൈറ്റ്സ് തിരിച്ചു വന്നതായിരുന്നു, അത് ഡെമോക്രസി ആയിരുന്നു, മൊണാർക്കി ആയിരുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ആയിരുന്നു? കറക്റ്റ് ആൻസർ, മൊണാർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റെസ്റ്റോറേഷൻ കോമഡി ഹാസ് ബിൻ ക്രിട്ടിസൈസ്ഡ് മെയിൻലി ഫോർ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്തത്? ബിറ്റർ സറ്റയർ ആൻഡ് സിനിസിസം. അവര് ഭയങ്കര മോശ രീതിയിൽ തന്നെ സെറ്റയർ ചെയ്ത് നമ്മുടെ ഡ്രൈഡനൊക്കെ. അതാണ് അതിന്റെ ആൻസർ.
അതോ എക്സസീവ് വിറ്റ് ആൻഡ് ഹ്യൂമർ? എക്സസീവ് ആയിട്ടുള്ള വിറ്റ് ഉപയോഗിച്ചു. ഇൻഡീസൻസി ആൻഡ് പെർമിസിവ്നെസ് നമ്മൾ കുറച്ചു മുമ്പേ ഒരു വർക്ക് വായിച്ചായിരുന്നു, അതിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനി അല്ലേ? യെസ്, ഇറ്റ് ഈസ് ഇൻഡീസൻസി ആൻഡ് പെർമിസിവ്നെസ്. അതുകൊണ്ടാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസ്റ്റോറേഷൻ കോമഡീസ് ദ ഫോളോയിങ് ഈസ് ട്രൂ എക്സെപ്റ്റ്. ഇതിൽ ഒരു കാര്യം മാത്രം ട്രൂ അല്ല. എന്തായിരുന്നു? ദ യങ്, ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല, പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. ദ ലണ്ടൻ ലൈഫ് ഓഫ് ഹിഡോണിസ്റ്റിക് യങ് മെൻ ഇസ് പോർട്രേഡ്. അല്ലെ, ഹിഡോണിസ്റ്റിക് നല്ല ഹാപ്പി ആയിട്ട് ജില്ലായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ലൈഫ് പോർട്രേ ചെയ്തോ? Name encapsulate traits. Okay. Unchaste women, widows and couples scarcely make an appearance. നമുക്കറിയാം ഇൻഡീസൻസി ഒക്കെ ഉള്ളൊരു ഏജ് ആയിരുന്നു റെസ്റ്റോറേഷൻ കോമഡി ഒക്കെ വരുന്നത്. അപ്പോൾ അൺചാസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളും വിഡോസ് ഒക്കെ സ്റ്റേജിൽ വരാവുന്നതിൽ എന്താണ് പേടിച്ചിക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ദാറ്റ് വൺ പോയിന്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, characteristic of restoration comedy. Next ആണ് ജെർമി കോളിയേഴ്സ് ഷോർട്ട് വ്യൂ ഓഫ് ദി ഇമ്മോർട്ടാലിറ്റി ആൻഡ് പ്രൊഫേനസ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റേജ്. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വില്യം കോൺഗ്രീവ്, വില്യം എന്താണ് വിച്ചേഴ്സി അല്ലെ, വിച്ചർക്കി സോറി, പിന്നെ ജോൺ ഡ്രൈഡൻ, ഓക്കെ, ആൻഡ് തോമസ് ഡെഫ്രെ. ഓക്കെ, ഈ ആൾക്കാരെ അറ്റാക്ക് ചെയ്തതാണ്. എന്തിനാണ് അറ്റാക്ക് ചെയ്തത്? കോസ്നെസ് ആൻഡ് അഗ്ലിനെസ് ഓഫ് റെസ്റ്റോറേഷൻ തിയേറ്റർ അല്ലെ, എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണ് സ്റ്റേജിൽ നിങ്ങള്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ സാമുവൽ പിപ്സ് ഡയറി? ഡയറിയിൽ ഏതൊക്കെയാണ്? ദ വാർ ഓഫ് സ്പാനിഷ് സക്സഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ലല്ലോ. റെബിലിയൻ നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മൾ പഠിച്ചത് ഏതാണ്? The Great Fire of London and the Plague in London. അപ്പോൾ 1 and 2, which is A. A അല്ലേ അതിൻ്റെ ഉത്തരം? Yes, correct. Okay. Next is John Dryden's two philosophico-religious poems. ഏതൊക്കെയാണ്? Ines Mirabilis ആണോ? വിക്ടറി ഓഫ് ആംഗ്ലോ ഡച്ച് വാസിലെ വിക്ടറിനെ കുറിച്ചാണ് ഇനസ് മിറാബിലിസ്. അതല്ല, ദ ഹൈൻഡ് ആൻഡ് പാത്തർ ആൻഡ് ദ ലേമൻസ് ഫെയ്ത്ത്. ലേമൻസ് ഫെയ്ത്തിനെ നമ്മൾ എന്ത് പറയും? റിലീജിയോ അല്ലേ? ഓക്കെ, അപ്പൊ അബ്സലം ആൻഡ് എച്ച്ഡിഫെൽ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആയിരുന്നു, റിലീജിയസ് പോയം ആയിരുന്നോ? അല്ല. അപ്പൊ സെക്കൻഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൊമീഡിയ ഡെലാറ്റയില് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതില് എന്താണ്? ലാംഗ്വേജ് ഇല്ല, പെട്ടെന്ന് ഒരു എന്താണ് സിനാരി വരുന്നു, ആൾക്കാർ ചെയ്തു, പ്രൊഫഷണൽസ് ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ ക്ലാസ്, അപ്പോ ഐ ഹോപ്പ് ദ ക്ലാസ് വാസ് ഹെൽപ്ഫുൾ. എനിക്കറിയാം കുറച്ച് ലെങ്തി ആണ്, കുറെ കാര്യങ്ങള് പേരുകൾ ഓർത്ത് വെക്കണം. ഡ്രൈഡൻ മാത്രം നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ച് രണ്ട് പോയംസ് ഞാൻ പറഞ്ഞ എച്ച്ഡിഫെല്ലും മാക് പ്ലെക്നോ പോയംസ് ഒക്കെ ഒന്നും കൂടി ലൈൻ ബൈ ലൈൻ അനാലിസിസ് ചെയ്ത് നോക്കുക. ബാക്കി റൈറ്റേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ബാക്കി റൈറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് വറി. ഓക്കെ, ഡു വെൽ, നന്നായി പഠിക്കുക. നമുക്ക് നിയോ ക്ലാസിക്കൽ ഏജിൽ എല്ലാം എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡ്രമാറ്റിസ്റ്റിനെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കുറച്ചുമേ പറഞ്ഞ വില്യം കോൺഗ്രീവ് ഒക്കെ അവിടെ വരും. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒന്ന് കേൾക്കുക, PDF ഒന്ന് വായിക്കുക, ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ റൈഡറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹാവ് എ ഗുഡ് ഡേ ക്ലാസ്. ബൈ ബൈ.